നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെന്റൽ എബിലിറ്റി ആണ്. മെന്റൽ എബിലിറ്റിയിൽ നമ്മളുടെ ഇന്നത്തെ ഡിസ്കഷൻ എന്ന് പറയുന്നത് മിറർ ഇമേജിനെ കുറിച്ചാണ്. അപ്പോ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് ഏതാണ്? മിറർ ഇമേജ്. അപ്പൊ എന്താണ് മിറർ ഇമേജ് എന്ന് വെച്ചാല് നമ്മൾ ഒരു മിററിലൂടെ നോക്കുമ്പോൾ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ നമുക്കൊരു പ്രതിബിംബം ലഭിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ പോയി നിന്ന് നോക്കുമ്പോൾ എനിക്കൊരു പ്രതിബിംബം ലഭിക്കും. അതെന്താണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ചോദ്യങ്ങളും നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവരും റെഡിയാണോ? റെഡി ആണെങ്കിൽ എല്ലാവരും ഒരു ഇമോജീസ് ഇട്ടേ. ക്ലാസ് റെഡിയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇമോജീസ് ഇടാം. ആദ്യം തന്നെ നമുക്ക് ലെറ്റേഴ്സിലേക്ക് പോകാം. നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ABCD എന്ന ലെറ്റർ. ഇപ്പൊ എ എന്ന് നമ്മൾ ഒരു കണ്ണാടിയിൽ കൊണ്ട് കാണിച്ചാൽ ഇങ്ങനെ എഴുതും. പക്ഷെ ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് എ, അത് തിരിച്ചെഴുതുമ്പോഴും എ പോലെ തന്നെ ഇരിക്കുന്നു അല്ലെ. അപ്പോ എയുടെ മിറർ ഇമേജ് എ തന്നെയാണ്, മാറ്റമില്ല. എന്നാൽ ബി എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ കൊണ്ട് കാണിക്കുമ്പോൾ അത് തിരിച്ചെഴുതും. അപ്പൊ ഇത് ഇങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്. ബി മിറർ ഇമേജ് കാണിക്കുമ്പോൾ തിരിച്ചുള്ള ബി കിട്ടും. സി നമ്മൾ കൊണ്ടുപോയി കാണിക്കുകയാണ് സി, അപ്പൊ നമുക്കത് തിരിച്ചുള്ള ഒരു സി ആണ് കിട്ടുന്നത്. ഇത് ഇങ്ങോട്ടാണെങ്കിൽ തിരിച്ചാണ് മിറർ ഇമേജ് വരുന്നത്. ഇനി നമുക്ക് ഡി കൊണ്ട് കാണിക്കുമ്പോഴോ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ മിറർ ഇമേജ് എന്താണ് ലെറ്റേഴ്സിൻ്റെത് എന്ന് ക്ലിയർ ആകുന്നുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പൊ എ എഴുതുമ്പോൾ എന്ത് മനസ്സിലായി? ബി എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത്? സി എഴുതിയപ്പോൾ എന്താണ് കണ്ടത്? ഡി എഴുതിയപ്പോൾ എന്താണ് കണ്ടത്? ക്ലിയർ ആണോ? ഓക്കെ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? നോക്കിയേ, ഞാൻ എ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെയാണ് അല്ലെ, തിരിച്ചാണ് എഴുതേണ്ടത്. ഇങ്ങോട്ട് തുടങ്ങിയാൽ ഇങ്ങോട്ട് തുടങ്ങണം, ഇങ്ങോട്ട് വരയിട്ടാൽ ഇപ്പുറത്തോട്ട് വരയിടണം. അപ്പോ ഇങ്ങനെ ഇട്ടു, അപ്പൊ എ തന്നെ കിട്ടി. ബി ഇതാ ഇവിടെ ഇടുമ്പോ ഇവിടെ ഒരു വര ഇട്ടു. ഇങ്ങോട്ട് എഴുതുമ്പോൾ ഇങ്ങോട്ട് ഒരെണ്ണം ഇടണം, ഇങ്ങോട്ട് എഴുതുമ്പോൾ ഇപ്പുറത്തോട്ട് ഇടണം. ഇതാണ് മിറർ ഇമേജ്. ഇത് നമ്മുടെ റിയൽ ബി. ഇത് മിറർ ഇമേജ്, കണ്ണാടിയിൽ നോക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിബിംബം. ഇനി സി ഇത് ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട്, ഇതാണ്. ഇനി നമുക്ക് ഇ നോക്കാം. ഇ ഇങ്ങോട്ടല്ലേ, അപ്പൊ ഇങ്ങോട്ട്, താഴോട്ട്, ഇങ്ങോട്ട്. ഇവിടെ ഇങ്ങനെ വരയുണ്ടെങ്കിൽ നടുക്കും ഈ വര. ഇനി എഫ് ഇങ്ങനെ വരച്ചാൽ ഇപ്പുറത്ത് വരയ്ക്കണം, താഴോട്ട് വരച്ചാൽ ഇപ്പുറത്തോട്ട് വരയ്ക്കണം, ഇവിടെ വരച്ചാൽ ഇവിടെ വരയ്ക്കണം. അപ്പൊ നമുക്ക് തിരിഞ്ഞൊരു എഫ് കിട്ടി. ഇനി ജി നോക്കിയത് ഇങ്ങനെയാണ് ജി വരുന്നത്, അപ്പൊ ഇങ്ങനെ വരണം. ഇത് ഉള്ളിലോട്ട് എടുക്കണം, അപ്പൊ ഇവിടെ ഉള്ളിലോട്ട് വരും. ഇങ്ങോട്ട് എടുക്കും, അപ്പൊ ഇവിടെയും ഇങ്ങോട്ട്. ഇതാണ് ജിയുടെ മിറർ ഇമേജ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഇനി എച്ചിന്റെ മിറർ ഇമേജ് എങ്ങനെയാണ്? ഇവിടെയും രണ്ട് വര വരച്ചു, നടുക്ക് വരച്ചു. അപ്പൊ നമുക്ക് എച്ച് തന്നെയാണ് മിറർ ഇമേജ് കിട്ടിയത്. അപ്പൊ എ അത് തന്നെയാണ് കിട്ടിയത്, എച്ച് അത് തന്നെയാണ് കിട്ടിയത്. ഐ ഇവിടെ വരച്ചെങ്കിൽ ഇവിടെയും വരയ്ക്കണം. അപ്പൊ ഐ തന്നെയല്ലേ നമുക്ക് മിറർ ഇമേജ്? ഐ തന്നെയാണ്. ജെ ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അപ്പൊ നമ്മൾ അപ്പുറത്തും വരയ്ക്കണം, പക്ഷെ തിരിച്ചു വരയ്ക്കണം. ഈ വര ഈ സൈഡിലോട്ടാണെങ്കിൽ ഇത് അപ്പുറത്തെ സൈഡിലോട്ട്. അപ്പൊ ജെ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇനി കെ നോക്കിയേ, ഇങ്ങനെ വരച്ചെങ്കിൽ ഇവിടെ മിറർ ഇമേജ്. ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് എടുക്കണം, ഇങ്ങോട്ട് എടുക്കുമ്പോൾ താഴോട്ട്. അപ്പൊ കെ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. എല് ഇവിടെ വരയ്ക്കണം, ഇങ്ങോട്ടാണെങ്കിൽ ഇത് തിരിച്ചിടണം. അപ്പൊ എല്ലിന്റെ മിറർ ഇമേജ്. എം നോക്കിയേ, ഇവിടെ ഒരു വര വരച്ചു, ഇവിടെ നമ്മൾ ഇങ്ങനെ കാണും. ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വരയ്ക്കും, ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങോട്ട് വരയ്ക്കും, ഇങ്ങോട്ട്. എന്താണോ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ്. അപ്പൊ എം കിട്ടി. എം തന്നെയല്ലേ നമ്മൾ കാണുന്നത്? എം തന്നെയാണ്. അപ്പൊ ഐ നമുക്ക് ഐ തന്നെയാണ് കിട്ടിയത്, എ തന്നെയാണ് കിട്ടിയത്, എച്ച് തന്നെ കിട്ടി, എം തന്നെ കിട്ടി. ഇത് നമ്മൾ എന്ന് നോക്കുകയാണ്. എന്ന് ഇങ്ങോട്ടാണ്, അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട്, ഇവിടെ വരയ്ക്കുമ്പോ ഇങ്ങോട്ട് തിരിച്ചു കിട്ടി. ഓ ഇങ്ങനെയാണ്, അപ്പൊ ഇങ്ങനെ ഇപ്പുറത്തോട്ട് എടുക്കുമ്പോ അപ്പുറത്തോട്ട്. അപ്പൊ നമുക്ക് ഓ തന്നെയാണ് കിട്ടുന്നത്. ഓയ്ക്ക് വ്യത്യാസം ഉണ്ടോ? ഇല്ല. അപ്പൊ എക്കോ ഐക്കോ ഓയ്ക്കോ എച്ച് അതുപോലെ ടി യു വി W X Y ഇതിലൊന്നും വ്യത്യാസമില്ല. എം ഇതൊക്കെ നമുക്ക് സെയിം ലെറ്റേഴ്സ് തന്നെയാണ്, ക്യാപിറ്റലും സ്മോളും ഒക്കെ മിറർ ഇമേജ് കിട്ടുന്നത്. അപ്പൊ ഓ ഉണ്ട്. പിയുടെ എങ്ങനെ ആയിരിക്കും? ക്യൂ എങ്ങനെ ആയിരിക്കും? ആർ എസ് ടി യു വി W X ഇതൊക്കെ നമ്മൾ അറിയണ്ടേ? പി എങ്ങനെ ആയിരിക്കും? പി തിരിച്ച്, ക്യൂ ഇങ്ങോട്ട്, വര ഇപ്പുറത്തോട്ട് വരും. ആർ ഇങ്ങനെ വരും. എസ് തിരിച്ചെഴുതണം അല്ലെ, തിരിച്ച്. ഈ എസ് ഇങ്ങനെ ആണെങ്കിൽ ഇപ്പുറത്ത് തിരിച്ച് എഴുതും എസ്.
ഇനി ടി ഇങ്ങോട്ട് തന്നെ, ടി അത് തന്നെയാണ്. യു യു തന്നെയാണ്, യുല് മാറ്റമില്ല. ബി ബി തന്നെയാണ്, മാറ്റമില്ല. ഡബ്ല്യുവും ഡബ്ല്യു തന്നെയാണ്, എക്സിലും മാറ്റമില്ല. വൈ മാറ്റമില്ല. ഇസഡ് തിരിയും, ഇസഡ് തിരിയും. ഇതെത്രയും ഈ ലെറ്റേഴ്സ് എല്ലാവർക്കും മനസ്സിലായോ? ലെറ്റേഴ്സ് മനസ്സിലായ എല്ലാരും ഒന്ന് ഇമോജീസ് ഇട്ടേ. ലെറ്റേഴ്സ് മനസ്സിലായ എല്ലാരും ഇമോജീസ് ഇട്ടേ. ഹായ് സുബീർ, ഹായ് നന്ദ. ലെറ്റേഴ്സ് മനസ്സിലായ എല്ലാരും ഒന്ന് ഇമോജീസ് ഇട്ടേ. ഒന്നും കൂടെ പറയാം. ലെറ്റേഴ്സ് മനസ്സിലായ എല്ലാരും ഇമോജീസ് ഇട്ടേ. എ കണ്ടോ? എ തന്നെ, എ തന്നെ. ബി ആണെങ്കിലോ ദാ ഇങ്ങനെ തിരിച്ച്. സി ആണെങ്കിലോ ഇങ്ങോട്ട്. ഡി ആണെങ്കിലോ തിരിച്ച്. ഇ ആണെങ്കിലോ ഇങ്ങോട്ട്. ഇ കണ്ടോ? ഓ തന്നെയാണ്. എം തന്നെയാണ്. എന്ന് കണ്ടോ? തിരിച്ച്. ഇവിടെ ഇവിടെ ഇവിടെ. പി കണ്ടോ? ഇങ്ങോട്ട്. അപ്പൊ ഇവിടെ വരാം. ഇങ്ങോട്ടാണെങ്കിൽ തിരിച്ചു വരയ്ക്കുക. പി. നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ ഓപ്പോസിറ്റ് ചെയ്യുക. എച്ച് തന്നെയാണ്. എസ് ഇങ്ങോട്ട് വരച്ചു, അപ്പൊ തിരിച്ചു വരയ്ക്കണം. ഇങ്ങോട്ട്, അപ്പൊ അവിടുന്ന് ഓപ്പോസിറ്റ്. കണ്ടോ? ഇതാണ് എസ്. ടി ഇങ്ങനെ വരച്ചു, ഇങ്ങനെ താഴോട്ട് വരച്ചു, താഴോട്ട്. ഇതാണ് ടി. ഇനി എല് ഇങ്ങനൊരു വരയിട്ടു. ഇങ്ങോട്ടാണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഇപ്പുറത്തോട്ട്. ലെഫ്റ്റ് ചെയ്യുന്ന സാധനം റൈറ്റ് ചെയ്യുക, റൈറ്റ് ചെയ്യുന്ന സാധനം ലെഫ്റ്റ് ചെയ്യുക. വി തന്നെ, എക്സ് തന്നെ. ക്ലിയർ ആണ്? മനസ്സിലാവുന്നുണ്ട്? എം തന്നെ. കണ്ടോ? എമ്മിൽ മാറ്റമില്ല, എക്ക് മാറ്റമില്ല, ഒ മാറ്റമില്ല, എച്ച് മാറ്റമില്ല, ടി മാറ്റമില്ല, ബി എക്സ് വൈ മാറ്റമില്ല. ക്ലിയർ ആണ്? ഐ മാറ്റമില്ല, ജെ മാറ്റമില്ല. അപ്പൊ നോക്കാം, നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ എ ബി സി ഡി ഫുൾ ഇവിടെ ഉണ്ട്. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ ഇസഡ്. അപ്പോ ക്യാപിറ്റൽ ലെറ്റർ എല്ലാവരും കണ്ടോ? എല്ലാവരും കണ്ടോ? ഹായ് ശ്രീനന്ദ, ക്ലിയർ ആണ്? എല്ലാവരും കണ്ട് ക്യാപിറ്റൽ ലെറ്റർ എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, പറയുന്നുണ്ടോ? ഒന്നും കൂടെ വീണ്ടും പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്പേഴ്സ് നോക്കാം. 0 ആണെങ്കിൽ 0 തന്നെ. 1 ഇങ്ങോട്ടാണെങ്കിൽ തിരിച്ചുള്ള 1 വരും അല്ലെ? ഈ വര അപ്പുറത്തിടണം. ലെഫ്റ്റ് റൈറ്റ് ആകും, റൈറ്റ് ലെഫ്റ്റ് ആകും. 2 ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് 2. 3 ഇങ്ങനാണെങ്കിൽ തിരിച്ചു വരയ്ക്കണം. 4 ഇങ്ങോട്ടാണെങ്കിലോ തിരിച്ച് ഇങ്ങോട്ട്. കണ്ടോ? ഇങ്ങനെ. ഇനി 5 തിരിച്ചു വരയ്ക്കണം. ഈ വര ഇവിടെ ഇങ്ങോട്ടല്ലേ വരച്ചത്, അപ്പൊ ഇപ്പുറത്തോട്ട് വരയ്ക്കണം, ഇങ്ങോട്ട്. ഇത് കണ്ട സി പോലെ ഇങ്ങോട്ടല്ലേ, അപ്പൊ തിരിച്ചു വരയ്ക്കണം. ഇതാണ് 5. 6 തിരിച്ചു വരയ്ക്കണം. കാണാൻ പറ്റുമോ? ഞാൻ നിൽക്കുന്നിടത്ത് തന്നെയാണോ എഴുതുന്നത്? ഓക്കെ, 5 മുതൽ കാണുന്നില്ല. ഓക്കെ, 5 താണ്ടെ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു, തിരിച്ചു വരച്ചു, ഇപ്പുറത്തോട്ട് വരച്ചു. 6 തിരിച്ച്, 7 തിരിച്ച്, 8 തന്നെ. 8ന് മാറ്റമുണ്ടോ? 8ഉം 0യും സെയിം ആണ്. 9 തിരിച്ചു വരച്ചു. അപ്പൊ ഇവിടെ സെയിം ലെറ്റേഴ്സ് വരുന്നത് എ, എച്ച്, ഐ, എം, ടി, ഒ, യു, വി, ഡബ്ല്യു എക്സ്, വൈ. ഇത് ഇത്രയാണ് സെയിം ലെറ്റേഴ്സ്. നമ്പേഴ്സ് സെയിം വരുന്നത് 0യും 8ഉം മാത്രമാണ്. ഇനി സ്മോൾ ലെറ്റേഴ്സ് ഇതുപോലെ തന്നെയാണ്. എ വരയ്ക്കുമ്പോ തിരിച്ചു വരയ്ക്കുക എ. ഇനി ഇങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നെങ്കിലോ തിരിച്ച് ഇങ്ങനെ എഴുതുക എ. ബി തിരിച്ചെഴുതിയ ബി അങ്ങ് ഡി ആയി അല്ലെ? സി ഡി ബി ആയി. ഇ എഫ് ജി എച്ച് ഐ തന്നെ. എല് സ്മോൾ എൽ തന്നെ. ബാക്കി എല്ലാം എം സ്മോൾ എം തന്നെ. കണ്ട? ഈ എം അവര് സെയിം ആയിട്ട് എഴുതാത്തതിന്റെ കാരണം ഇത് കണ്ടോ? ഇത് ഇങ്ങനെയാണ് വരച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു വര വരുന്നുണ്ടോ? അപ്പോ നമുക്ക് യഥാർത്ഥത്തിൽ എം നമ്മൾ ഇവിടെ ഇങ്ങനെയല്ലേ വരയ്ക്കുന്നത്. അപ്പൊ ഈ വരത ഇവിടെ ഇരിക്കുക. അതുകൊണ്ട് അവരിങ്ങനെ കറക്റ്റ് കറുപ്പിക്കാത്തത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതില് വലിയ കാര്യമില്ല. നോക്കിക്കോ, ഞാനൊന്ന് വലുതാക്കി കാണിക്കാം. നിങ്ങൾ ഈ വര ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വരയിടും എമ്മിന്. ആ വരത ഇപ്പുറത്തിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവര് ഒരേപോലാണ് എന്ന് പറയാത്തത്. എന്ന് കണ്ടു. ഓ തന്നെ. പി ക്യു ഐ ക്യു ബി ഐ. 6 എസ് തിരിച്ചു. ടി യു വി വി തന്നെ. ഡബ്ല്യു തന്നെ. എക്സ് തന്നെ. വൈ തിരിഞ്ഞു വന്നു. സെഡ്. ഇതാണ് നമ്മളുടെ ലെറ്റേഴ്സും നമ്പേഴ്സും. എല്ലാവർക്കും ലെറ്റേഴ്സും നമ്പേഴ്സും മിറർ ഇമേജ് പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ? സെറ്റ് ആണെങ്കിൽ
പറയാം. ഞാൻ മാറി നിൽക്കാം, ഞാൻ നീങ്ങാം. അല്ല, ഞാനിപ്പോ അത് കട്ട് അത് നമുക്ക് ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ഞാൻ ഒന്നും കൂടെ നീങ്ങാം, പ്രശ്നമില്ല. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനുണ്ട്, അപ്പൊ കുറച്ചും കൂടി നന്നായി മനസ്സിലാകും. അപ്പോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്മോൾ ലെറ്റേഴ്സില് ഐ, എൽ, ഒ, വി, ഡബ്ല്യു, എക്സ് ഒക്കെയാണ് സെയിം. ഏതൊക്കെയാണ് സെയിം എന്ന് വെച്ചാൽ റെഡ് കളറിലുണ്ട്. ഐ ഉണ്ട്, എൽ ഉണ്ട്, വി ഉണ്ട്, ഡബ്ല്യു ഉണ്ട്, എക്സ് ഉണ്ട്, ഒ ഉണ്ട്. ഇത് ഇത്രയാണ് ഒരേപോലെ, മിറർ ഇമേജും നമ്മുടെ യഥാർത്ഥ ആൽഫബറ്റും ഒരുപോലെ വരുന്നത്. ഇനി നമ്പേഴ്സ് വരുമ്പോഴോ 0ഉം 8ഉമാണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഏതൊക്കെയായിരുന്നു? ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ എച്ച്, ഐ, ക്യാപിറ്റൽ എം, ക്യാപിറ്റൽ ടി, യു, വി, ഡബ്ല്യു, എക്സ്, വൈ, ഒ. ഇത് ഇത്രയാണ്. അപ്പൊ അത് നമ്മൾ എഴുതി നോക്കിയാൽ മതി, കാണാൻ പഠിക്കേണ്ട കാര്യമില്ല. എം എന്ന് പറയുമ്പോൾ തിരിച്ച് എഴുതുക. എൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങോട്ട് വരച്ചു, അപ്പൊ തിരിച്ചു വരച്ചു, ഇങ്ങനെ, അപ്പൊ ഇങ്ങനെ. ഇനി പി ഇങ്ങനെ വരച്ചെങ്കിൽ ഇവിടെയും വരയ്ക്കണം, ഇങ്ങോട്ടാണെങ്കിൽ ഇപ്പുറത്തോട്ട് വരയ്ക്കണം. ഇതാണ് പി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പൊ 3 തിരിച്ച് ഇങ്ങോട്ട്. അപ്പൊ നമുക്ക് പ്രെയർ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. പ്രെയർ നിങ്ങളുടെ ആൻസർ ഒന്ന് പറഞ്ഞു നോക്കേ. പ്രെയർ ഓപ്ഷൻസ് 4 എണ്ണം ഉണ്ട്. നമ്മൾ ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. അപ്പൊ ഇത്രയും മനസ്സിലായവരാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. ഹായ് സിജിമോൾ, ലവ് യു ടു. ഓക്കെ, ക്ലിയർ ആണ്. നമ്മൾ എല്ലാ ലെറ്റേഴ്സും എല്ലാ നമ്പേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മൾ ഒരു ലെറ്റർ കാണുന്നു. പ്രെയർ എന്ന ലെറ്റർ ആണ് ഇപ്പോ നമ്മൾ കാണുന്നത്. നമുക്ക് ആൻസർ നോക്കിയാൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം. സി എന്ന ആൻസർ ആണ്. ഏറ്റവും ആദ്യം ഇവിടെ ആൻസർ പറഞ്ഞിരിക്കുന്നത് എബ്രഹാം ആണ്. ഇവയും പറഞ്ഞു. തൊട്ടുപിറകിൽ തന്നെ എലിസബത്ത് എ ആണ് പറയുന്നത്, ആൻഡ്രിയ സി പറയുന്നു, സബിത സി പറയുന്നു. എല്ലാരും എഴുതി നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വരുന്നത് എന്ന്. ഒരിത്തിരി സമയം കൂടെ തരികയാണ്, എല്ലാരും ഒന്നും എത്തിയിട്ടില്ല. ഓക്കെ, നമ്മുടെ കുറച്ചു പേരെ കമന്റ് വന്നിട്ടുള്ളൂ. കമന്റ് എല്ലാരും ഒന്ന് എത്തിക്കോട്ടെ. റയാൻ പറഞ്ഞു. അപ്പൊ എല്ലാരും ഇനി ശ്രദ്ധിക്കുക, എല്ലാരും ഇനി ശ്രദ്ധിച്ചിരിക്കുക. മാം പറയുന്നത് എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ആരും ചെയ്യരുത്, എല്ലാരും ശ്രദ്ധിക്കണം. ആദ്യത്തെ ലെറ്റർ പി ആണ്. പി എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചെഴുതണം. ഇതാണ് പി. ഫസ്റ്റ് ലെറ്റർ ഇങ്ങനെയാണ് വരേണ്ടത്. ഫസ്റ്റ് ലെറ്റർ പി വന്നിട്ടുള്ളത് ഇതിൽ മാത്രമല്ലേ? ആറാണോ ആദ്യം വരേണ്ടത്? അല്ല, പ്രെയർ ആണ്. അപ്പൊ ആദ്യം പി ആണ്. അപ്പൊ ഇത് രണ്ടും എന്റെ ഉത്തരങ്ങളല്ല. ഞാൻ 2 ഓപ്ഷൻസ് വെട്ടി. ഇനി അടുത്തത് 6. 6 എന്ന ലെറ്റർ ദാണ്ട് ഇങ്ങനെയാണ് തിരിച്ചെഴുതുന്നത്. തിരിച്ചെഴുതിയ ഈ 6 രണ്ടും ശരിയല്ലേ? എ തന്നല്ലേ? എ തന്നാണ്. വൈ തന്നല്ലേ? വൈ തന്നാണ്. ഇ എന്ന് പറയുന്നത് തിരിച്ചെഴുതുമ്പോൾ ഇങ്ങനെയല്ലേ? ആണല്ലോ. ആണോ? ഇങ്ങനെയാണ്. അപ്പൊ തിരിച്ചെഴുതുമ്പോൾ ഇങ്ങനെ തന്നെ. ഓക്കെ ആണോ? പ്രെയർ. ഇനി അടുത്തത് 6 ആണ്. 6 തിരിച്ചെഴുതുമ്പോൾ ഇങ്ങനെയാണ്. പി ഓപ്ഷൻസ് രണ്ടും ഒരുപോലെ ഇരിക്കുമല്ലേ? വ്യത്യാസം വല്ലതും ഉണ്ടോ? പി ആർ എ വൈ ഇ ആർ 2 ഓപ്ഷനും സെയിം ആണ് അല്ലേ? ക്ലിയർ ആണ്? പ്രെയർ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. എല്ലാവർക്കും മനസ്സിലായി? അപ്പൊ നമ്മളിവിടെ പ്രെയർ ആണ് നമ്മൾ തിരിച്ചെഴുതിയത്. പ്രെയർ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചെഴുതിയത്. നോക്കിക്കോ, ഇതിനകത്ത് ഇങ്ങനെയാണ്. ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ശ്രദ്ധിച്ചിരിക്കണേ. പ്രെയർ ഇങ്ങനെയാണ് നമുക്ക് തിരിച്ചെഴുതുമ്പോൾ വരേണ്ടത്. അതായത് പി എന്ന് പറയുന്നത് തിരിച്ചെഴുതുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഇങ്ങനെയാണ്. ആർ എന്ന് പറയുന്നത് തിരിച്ചെഴുതുമ്പോൾ ഇങ്ങനെയാണ്. എ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വൈ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടേണ്ടത്? ആണ്. അപ്പോ നമ്മൾ മിറർ ഇമേജ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു മിററിന്റെ തൊട്ടടുത്തുള്ള ഈ ലെറ്റർ ഇവിടുന്ന് ആയിരിക്കണം നമ്മളെല്ലാം തിരിച്ചെഴുതേണ്ടത്. ഇവിടുന്ന് നമ്മളെല്ലാം തിരിച്ചെഴുതണം.
ക്ലിയർ ആണ്? ഇവിടെയാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോ അതായത് നമ്മൾ ഈ പ്രെയറിനെ അതുപോലെ PR ഇങ്ങനെ എഴുതാതെ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകണം. ഇതാണ് മിറർ. മിററിന്റെ അടുത്തുള്ളത് ഇവിടുന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ പറഞ്ഞിരുന്നു ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റിലുള്ള സാധനങ്ങളെല്ലാം റൈറ്റിൽ പോകണം, റൈറ്റിലുള്ളതെല്ലാം ലെഫ്റ്റിൽ വരണം. അപ്പൊ ഇവിടെ ഇത് നിൽക്കുന്നത് ലെഫ്റ്റിലാണ്, ഇത് നിൽക്കുന്നത് റൈറ്റിലാണ്. ലെഫ്റ്റിലുള്ള P എങ്ങോട്ട് പോകണം? ആ മിറർ ഇമേജ് ചെയ്യണം, PRAYER ഇങ്ങനെ ആകണം. പക്ഷെ ലെഫ്റ്റിലുള്ള P എവിടെ പോണം? റൈറ്റിൽ പോണം. അടുത്തത് എന്ത് വരണം? ആ ഓർഡർ തന്നെ അടുത്ത റൈറ്റിൽ പോണം, അടുത്തത് റൈറ്റിൽ പോണം, അടുത്തത് റൈറ്റിൽ പോണം, അടുത്തത് ലെഫ്റ്റിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും റൈറ്റിൽ നിൽക്കുന്ന ഇത് ഏറ്റവും ലെഫ്റ്റിൽ തിരിച്ചെത്തണം. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. കുറെ പേര് C പറഞ്ഞിരുന്നു. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ? ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഓർഡർ തന്നെ വരണം. ഈ P എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം. P അതിൽ മാറ്റമില്ല. പക്ഷെ ലെഫ്റ്റിൽ നിൽക്കുന്ന ആൾ റൈറ്റിലും, റൈറ്റിൽ നിൽക്കുന്ന ആൾ ലെഫ്റ്റിലും എത്തണം. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടിയത്. ഇവിടെ Yക്ക് പകരം ഇവര് Q ആണ് ചെയ്തത്. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ തെറ്റിയത്. ഇപ്പൊ എല്ലാവർക്കും പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആൻസർ ഒന്നും കൂടെ കാണാം. ഇതാണ്ട് പ്രെയർ തിരിച്ചെഴുതുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. പ്രെയർ ഓക്കെ ആണ്. അടുത്ത ചോദ്യം നോക്കിക്കോ. ഇവിടെ ആൻസർ അടുത്ത ചോദ്യം നോക്കിക്കോ. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത് മോൻസ് എബ്രഹാം, പിന്നെ ഇവ, എലിസബത്ത്, ആൻഡ്രിയ. ക്ലിയർ ആണ്? അപ്പൊ ഇപ്പൊ തെറ്റിപ്പോയ ഒരു പ്രശ്നമില്ല, എക്സാമിന് ശരിയാക്കിയാൽ മതി. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? കുഴപ്പമില്ല അല്ല? C അല്ലേ പറഞ്ഞത്? C ആണ് പറഞ്ഞത്. ഏറ്റവും ആദ്യം ആൻസർ പറഞ്ഞത് മോൻസ് അല്ലേ? കൺഗ്രാറ്റ്സ്. ഇവ കൺഗ്രാറ്റ്സ്. ക്ലിയർ ആണ്? ഇപ്പൊ ക്ലിയർ ആയില്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഇനി തെറ്റത്തില്ലല്ലോ. എപ്പോഴും നമ്മൾ മിറർ ഇമേജിൽ ഓർക്കുക, ലെഫ്റ്റ് ഉള്ളത് റൈറ്റ് പോകണം, റൈറ്റ് ഉള്ളത് ലെഫ്റ്റ് പോകണം. പിന്നെ ലെറ്റേഴ്സ് ഒക്കെ എങ്ങനെയാണോ മിറർ ഇമേജ് ചെയ്യേണ്ടത് ആ രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള മിറർ ഇമേജും ആയിരിക്കണം. ഇവിടെ നമ്മുടെ ഏറ്റവും റൈറ്റ് ഉള്ളത്, ഈ ലെഫ്റ്റ് ഉള്ളത് ഏറ്റവും റൈറ്റ് പോകണം, ഈ റൈറ്റ് ഉള്ളത് ഏറ്റവും ലെഫ്റ്റ് പോകണം. അപ്പൊ ആദ്യം J ആണ്. J ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇതാണ്. J തിരിച്ചു വരുമ്പോൾ എങ്ങനെ ഇരിക്കും? അപ്പുറത്തോട്ട് പോകണം. ഇത് ഇപ്പുറത്തോട്ട് വന്നെങ്കിൽ ഇങ്ങോട്ട് പോകണം അല്ലെ? ഇതിപ്പോ ലെഫ്റ്റിലോട്ടാണ് ഇരിക്കുന്നത്, റൈറ്റിലോട്ട് ഇത് പോകണം. അപ്പൊ അങ്ങനെയുള്ളത് 3 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് 3 ആണ്. 3 നമുക്ക് ഇങ്ങനെയാണ് എഴുതേണ്ടത്. എല്ലാ ഓപ്ഷനിലും 3 തന്നെ, 0 0 തന്നെ. ഇനി P ആണ്. P തിരിച്ചെഴുതണം. കറക്റ്റ് ആണ്. ഇവിടെ കറക്റ്റ് ആണ്. ഇവിടെ M ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആൻസറും ഈ ഓപ്ഷൻ എയും തെറ്റാണ്. ഇനി അടുത്തത് M തന്നെയാണ്. ഇനി 6 ആണ്. 6ന്റെ മിറർ ഇമേജും ഇവിടെ കറക്റ്റ് ആണ്. ഇത് കണ്ടോ? 7 എന്ന് എഴുതി വെച്ചേക്കുന്ന മിറർ ഇമേജ് ആണോ 7? അല്ല, 7ന്റെ മിറർ ഇമേജ് ഇതല്ലേ? അപ്പൊ ആൻസർ ഇവിടെ ഓപ്ഷൻ C ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എലിമിനേഷൻ കൂടി ഉപയോഗിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ഉപയോഗിക്കണം? എലിമിനേഷൻ കൂടെ ഉപയോഗിക്കണം. കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇത് കണ്ടോ 7, ഈ ഒരു ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ഇത് 7 എന്തായാലും തിരിച്ചാണ് എഴുതേണ്ടത്, തെറ്റാണ്. അപ്പൊ തന്നെ ഇതൊന്ന് വെട്ടിക്കളയാം. പിന്നെ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് J ഉള്ളതാണ്. അപ്പൊ J എന്ന് തന്നെ എഴുതി വെച്ചേക്കുന്നത് തെറ്റാണ്. അപ്പൊ തന്നെ അതും കളയുക. ഈ 2 ഓപ്ഷൻ നിങ്ങൾ കളയുക. ഇനി നിങ്ങൾ ഇത് നോക്കണ്ട. ഇനി അടുത്ത നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു ഓപ്ഷനിൽ നോക്കുമ്പോൾ പിക്ക് P വന്നിരിക്കുന്നു. അതിനുശേഷം ഇവിടെ M അല്ലെ? ഇവിടെ തിരിഞ്ഞു പോയി ഈ ലെറ്റേഴ്സ് തമ്മില്. അപ്പൊ അത് തെറ്റാണ്. നമുക്കിവിടെ കൃത്യ ഓർഡറിൽ തന്നെ വരണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫൈനൽ ആൻസർ ഇതാണ് കറക്റ്റ് എന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ ലെറ്റേഴ്സും നമ്പേഴ്സും എങ്ങനെ ചെയ്യാം എന്ന് ക്ലിയർ ആയിട്ട് പിടികിട്ടിയില്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ഇമോജീസ് ഇട്ടേ. മനസ്സിലായ എല്ലാവരും ഇമോജീസ് ഇട്ടേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇപ്പോ A നമുക്ക് എങ്ങനെയാണ് എഴുതുന്നത്? ഇങ്ങനെ. B നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. D എന്നാകും അല്ലെ? C നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെയാകാം. ഇനി ക്യാപിറ്റൽ B നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ മിറർ ഇമേജ്. ക്യാപിറ്റൽ E നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാം. ആ ഒരു ഐഡിയ പിടികിട്ടുന്നുണ്ടോ? ക്യാപിറ്റൽ Jയോ
തിരിച്ച് ഇങ്ങോട്ടിരിക്കുന്നത് അപ്പുറത്തോട്ടിരിക്കണം, ലെഫ്റ്റിലിരിക്കുന്നത് റൈറ്റിലോട്ടിരിക്കണം. ക്യാപിറ്റൽ പി ആണെങ്കിലോ ഇങ്ങനെ ഇരിക്കും അല്ലെ, ക്യാപിറ്റൽ എഫ് ആണെങ്കിലോ ഇങ്ങോട്ടിരിക്കും. ഇതാണ് നമുക്ക് മിറർ ഇമേജ്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവര് നിങ്ങൾ എന്ത് ചെയ്യണം, ലെറ്റേഴ്സ് എഴുതുക, എന്നിട്ട് നിങ്ങളുടെ കണ്ണാടിയിലോട്ട് കൊണ്ടുവച്ച് കാണിക്കുക. അപ്പൊ നമ്മൾ ഈ വരച്ചതുപോലെ കിട്ടും. നിങ്ങൾ ഇങ്ങനെ ആദ്യം ഇച്ചിരി വരച്ചു നോക്കുക, അപ്പൊ അത് തന്നെ മിറർ ഇമേജ് കിട്ടുന്നത് കാണാം. അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടു പഠിക്കുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാകും. ക്ലിയർ ആണോ? എല്ലാവർക്കും പിടി കിട്ടിയോ? കണ്ണാടി പോയി ഒന്ന് വരച്ചു നോക്കുക ABCD ഒക്കെ. ഇപ്പോഴല്ല, ക്ലാസ് എല്ലാം കഴിഞ്ഞ് പിന്നീട്. ക്ലിയർ ആണ്? ഇനി നമുക്ക് ഈ ഒരു ഫിഗറിൻ്റെത് പഠിക്കാം. ഇപ്പൊ നമ്മൾ ലെറ്റേഴ്സ്, നമ്പേഴ്സ്, ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് പിക്ചേഴ്സ് വരുമ്പോൾ എങ്ങനെയാണ് മിറർ ഇമേജ് എന്ന് പഠിക്കണം. ഇത് കണ്ടോ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സെലക്ട് ദി കറക്റ്റ് മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ ഫിഗർ വെൻ ദ മിറർ ഈസ് പ്ലേസ്ഡ് അറ്റ് AB ആസ് ഷോൺ. കണ്ട, ABയിലാണ് മിറർ വെച്ചത്. മിറർ വെക്കുന്നതിനെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് മിറർ ആണെന്നാണ് നമ്മൾ ഫിസിക്സിലും മാത്സിലും ഒക്കെ ഇതാണ് മിറർ. നമ്മൾ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് ഇങ്ങനെ കാണിച്ചാൽ ഇത് മിറർ ആണ്. ഓക്കെ ആണോ? അപ്പൊ ഈ ഫിഗറിന്റെ മിറർ ഇമേജ് എന്താ? മിറർ ഇമേജിന്റെ മലയാളമാണ് പ്രതിബിംബം. പ്രതിബിംബം കാണൂ, അല്ലെങ്കിൽ കണ്ണാടിയിൽ കൂടി നോക്കിയാൽ എന്ത് ലഭിക്കും, ഇങ്ങനെയൊക്കെ ചോദിക്കും. കണ്ണാടിയിൽ കൂടി നോക്കിയാൽ എന്താണ് ലഭിക്കുന്നത്? പ്രതിബിംബം എന്ത്? കണ്ണാടിയിൽ കൂടി നോക്കിയാൽ എന്ത് ലഭിക്കും? മിറർ ഇമേജ് എന്താണ്? ഓക്കെ ആണ്? നമുക്ക് നോക്കാം ആരാണ് ഏറ്റവും ആദ്യം ആൻസർ പറയുന്നത് എന്ന്. എല്ലാരും റെഡിയാണോ ആൻസർ പറയാൻ? ആൻസർ വന്നു. ആൻഡ്രിയ 2 പറഞ്ഞു, മോൻസ് 1 പറഞ്ഞു, അനീഷ് 2 പറഞ്ഞു, ഇവ 3 പറഞ്ഞു. എല്ലാ ഓപ്ഷൻസും വന്നുകൊണ്ടിരിക്കുകയാണ്. എലിസബത്ത് 2 പറഞ്ഞു, അഞ്ജു 1 പറഞ്ഞു. അപ്പൊ 1ഉം 2ഉം 3ഉം ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് ആകെപ്പാടെ 3 ഓപ്ഷൻ ഉണ്ട്. എല്ലാരും 3 ഓപ്ഷൻ പറഞ്ഞു. ലേലം വിളിക്കുകയാണല്ലേ ഏതാണെന്ന് നോക്കാം. അപ്പൊ എല്ലാരും ഇനി ശ്രദ്ധിച്ചിരുന്നേ. മാം പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക, ഇനി ആരും ചെയ്യരുത്. മാം എന്താണ് പറയുന്നത് അത് ശ്രദ്ധിച്ച് അങ്ങോട്ടിരിക്കണം, എങ്കിലേ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പോ നമ്മളുടെ ക്വസ്റ്റ്യൻ ഫിഗർ എന്താണ്? എല്ലാരും ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ക്വസ്റ്റ്യൻ ഫിഗർ എന്താണ്? ക്വസ്റ്റ്യൻ ഫിഗറിൽ ഈ വരയോട് ഇത് മുട്ടിയിരിക്കുവാണോ? ഈ D പോലെ ഇരിക്കുന്ന ഈ ഒരു സാധനം ഈ വരയോട് മുട്ടിയിരിക്കുവാണോ? ആണ്. ഓപ്ഷൻ എയിൽ മുട്ടിയിട്ടുണ്ടോ? മുട്ടിയിട്ടില്ല. മുട്ടിയിട്ടില്ലെങ്കിൽ ഇത് ആൻസർ ആകുമോ? ഇതും ക്വസ്റ്റ്യന് മുട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ മുട്ടിയിരിക്കണം. മുട്ടിയിട്ടുണ്ടോ? മുട്ടിയിട്ടില്ല. അപ്പൊ ആൻസർ ആകുമോ? ആൻസർ ആകില്ല. ഇത് പിടി കിട്ടിയോ? അപ്പൊ എന്തുകൊണ്ട് ഓപ്ഷൻ എ ആൻസർ ആയില്ല എന്ന് എല്ലാവർക്കും പിടികിട്ടിയോ? മുട്ടിയവരെ നിങ്ങൾ എന്താണ് മുട്ടിക്കാതിരുന്നത്? അതാണ് ഓപ്ഷൻ എ തെറ്റിപ്പോയത്. മുട്ടിയവരെ മുട്ടിച്ചു വെക്കണം. ക്ലിയർ ആണോ? ജോയിൻ ആയിട്ടിരിക്കുകയാണ് ഇവിടെ. ഇവിടെ ജോയിൻ ആണ്. ഇവിടെ ജോയിൻ ആണോ? അല്ല. ഇത് ജോയിൻ ആണ്, ഇത് ജോയിൻ ആണ്. അപ്പോ നമ്മുടെ ആദ്യത്തെ സാധനം നമുക്ക് പിടികിട്ടി. നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ആരെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ദൂരെ എറിഞ്ഞത്? നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ദൂരെ എറിഞ്ഞത് ഒന്നിനെയാണ്. ഇനി ഞാന് എന്താണ് പറഞ്ഞത്? ഇതാണ് എന്റെ ലെഫ്റ്റ്, ഇതാണ് എന്റെ റൈറ്റ്. ലെഫ്റ്റിലിരിക്കുന്നവർ എങ്ങോട്ട് പോണം? റൈറ്റിൽ പോയിരിക്കണം. ലെഫ്റ്റിലിരിക്കുന്ന എന്തൊക്കെയുണ്ടോ അത് റൈറ്റിൽ പോയിരിക്കണം. അപ്പൊ ലെഫ്റ്റിലിരിക്കുന്നത് ഇങ്ങനെ കളർ ചെയ്ത ഈ ഒരു സംഭവമാണ്. ഇത് റൈറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സാധനം തിരിച്ചു വരണം അല്ലെ? തിരിച്ചാണ് മിറർ ഇമേജ്. റൈറ്റിൽ തിരിച്ച് കളർ ചെയ്ത് ഇനി നോക്കണ്ട, ഏലിനി എന്തൊക്കെയുണ്ടെങ്കിലും നോക്കണ്ട, മുട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഇവിടെ വന്നു നോക്കുമ്പോ ഇങ്ങനെ തിരിച്ച് കളർ ചെയ്ത് അവിടെ ഇരിപ്പുണ്ട്. ശരിയാണ്. ഇവിടെയും ദാണ്ട തിരിച്ച് കളർ ചെയ്ത് ഇങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ശരിയാണ്. ഈ ബിയും സിയും ഒരുപോലെ ശരിയായി. 2ഉം 3ഉം ശരിയായി. ഇത് 3 ആണ്, ഇത് 2 ആണ്. അടുത്തത് ഞാൻ ലെഫ്റ്റിൽ ഇരിക്കുന്ന മറ്റൊരാളെ കണ്ടു, ഒരു ട്രയാങ്കിളിനെ കണ്ടു. ഈ ട്രയാങ്കിള് മിറർ ഇമേജ് തിരിച്ചായിരിക്കും. ഇത് റൈറ്റിൽ പോണ്ടേ, റൈറ്റിൽ പോയി. തിരിച്ചു തന്നെ റൈറ്റിൽ പോയി. രണ്ടുപേരും ശരിയാണ്. ഇനി ഞാൻ ദാണ്ട് റൈറ്റിൽ ഇരിക്കുന്നവരെ ലെഫ്റ്റ് ആക്കുകയാണ്. റൈറ്റിൽ ഇരിക്കുന്ന ഈ ട്രയാങ്കിളിന്റെ മിറർ ഇമേജ് ഇങ്ങോട്ടും ഇതിന്റെ മിറർ ഇമേജ് ഇങ്ങനെയുമാണ്. അപ്പൊ ഈ ട്രയാങ്കിൾ ഇത് ഇങ്ങോട്ട്, അത് രണ്ടും ശരിയല്ലേ? ഈ ട്രയാങ്കിൾ ഈ മിറർ ഇമേജ് ഇങ്ങോട്ട് തന്നെയാണ്, തിരിച്ചാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങള് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ ബാക്കിയെല്ലാം സെറ്റായി. ഇനി നമ്മള് ഇതാണ് നോക്കുന്നത്. ഇത് ഇങ്ങനെയാണ്. ഇതൊരു D ഷേപ്ഡ് ഇങ്ങോട്ടാണ്, തിരിച്ചാണ്. അപ്പൊ തിരിച്ചു വരുമ്പോൾ നമുക്കൊരു കറക്റ്റ് D കിട്ടും അല്ലെ? ഇതൊരു കറക്റ്റ് D ആണ് ഇതിന്റെ മിറർ ഇമേജ്. അതും കിട്ടി. ഇനി ഈ വരകൾ നമ്മൾ തിരിക്കുമ്പോ എങ്ങോട്ട് വരും? ദാണ്ട് ഇങ്ങനെ വരും.
ആ സ്ലാൻഡിങ് ലൈൻസ്, ഈ ലൈൻസിനെ തിരിക്കുമ്പോൾ ചെറുത് വലുത് വലുത് എന്ന് വരും. ഇവിടെ കണ്ട ഏറ്റവും വലുതാണ് ഏറ്റവും ആദ്യം. സ്ലാൻഡിങ് ലൈൻസ് നോക്കിയേ, ഏറ്റവും വലുതാണ് ആദ്യം, ഇങ്ങനെ ചെറുതാണ് ഏറ്റവും ലാസ്റ്റ്. ഇനി നമ്മളത് തിരിച്ചാലോ, ചെറുത് ആദ്യം വലുത് വലുത് അങ്ങനെ വരും. അപ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഇവിടെ വരുന്നത്. ശ്രദ്ധിക്കുക, ഈ ഒരു ഫിഗർ നമ്മൾ തിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരേണ്ടത്? ഈ ഒരു ലൈൻസ് വെച്ചിട്ടാണ് ഇവിടെ ആൻസറിലേക്ക് പോകുന്നത്. ഈ ലൈൻസ് വെച്ചിട്ടാണ് ഇവിടെ ആൻസറിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ലൈൻസ് വെച്ചിട്ടാണ് പലരും കൺഫ്യൂഷൻ ആയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ആ ലൈൻസിന് പോലും പ്രാധാന്യമുണ്ട്. ബാക്കി എല്ലാം സെയിം ആയിട്ടാണ് നമ്മുടെ ഉത്തരത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പോ നിങ്ങൾക്ക് ഇതിന്റെ തെറ്റ് മനസ്സിലായോ? എല്ലാവർക്കും തെറ്റ് മനസ്സിലായി? നമ്മുടെ തെറ്റാദ്യം നമുക്ക് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ 3ഉം 4ഉം ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് വന്നത്? ക്ലിയർ ആണോ? എല്ലാവർക്കും പിടി കിട്ടിയോ? ഓക്കെ. ഇനി ഈ ഫിഗർ നമ്മുടെ യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒരേ സൈസ് ആയിരുന്നു കേട്ടോ. നമുക്ക് യഥാർത്ഥ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. ഞാൻ ഇതിപ്പോ വലുതാക്കി വെച്ചത് കൊണ്ടാണ് ഇത് ഇച്ചിരി വലുതായിട്ടും ഇത് ഇച്ചിരി ചെറുതായിട്ടും തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് യഥാർത്ഥ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ ഒരു ഫിഗർ ഭയങ്കര വലുതും നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ ചെറുതുമാണെങ്കിൽ ശരിയാണ്, നമുക്ക് ഇത് കട്ട് ചെയ്യാം, ഇതിലോട്ട് പോകാം ആൻസർ. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും പിടി കിട്ടിയോ? ക്ലിയർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ദാണ്ട് ഈ ലൈൻസ് നോക്കുക. ഈ വലിയ ലൈൻ, ചെറിയ ലൈൻ, ചെറുത്, ഏറ്റവും ചെറുത്. അപ്പൊ ഇത് തിരിച്ചു വരയ്ക്കുമ്പോൾ എങ്ങനെ വരണം? വലിയ ലൈൻ, ചെറിയ ലൈൻ, ഏറ്റവും ചെറുത്, അങ്ങനെ തന്നെ നിൽക്കണ്ടേ? 4 ലൈൻ വേണം, 4 ലൈൻ വരണം. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഇതിനെ തിരിച്ചേക്കുന്നത് ഈ ഫിഗറിലാണ്. പക്ഷെ ഈ ഫിഗറിൽ ആദ്യം ചെറുത്, വലുത്, വലുത് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ബാക്കി എല്ലാം ഒരുപോലാണ്. എത്ര പേർക്ക് ഇത് പിടികിട്ടി? എത്ര പേർക്ക് പിടികിട്ടി? നിങ്ങൾ ഇതെല്ലാം നോക്കിയാണ് ആൻസർ ഇട്ടത്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം മിറർ ഇമേജ് എഴുതാൻ. ഇനി ഇത് രണ്ടും ഒരു സൈസ് ആയിരിക്കണം. ഇതിന്റെ കറക്റ്റ് സൈസ് ആയിരിക്കണം ഇത് കേട്ടോ. സൈസിലൊന്നും മാറ്റം വരാൻ പാടില്ല മിറർ ഇമേജില്. അപ്പൊ എല്ലാവർക്കും കിട്ടിയ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ്. ഓക്കെ ആണ്? ഓക്കെ ആണ്? എല്ലാവർക്കും നിങ്ങൾക്ക് എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്ന് മനസ്സിലായോ? അശ്രദ്ധ കാണിച്ചത് കൊണ്ടല്ലേ? അശ്രദ്ധ കാണിച്ചത് കൊണ്ടാണോ തെറ്റിപ്പോയത്? ആണോ? ഓക്കെ ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം പിടികിട്ടിയോ? ഇതിന്റെ ഉത്തരം എല്ലാവർക്കും മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ, ഈ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും പിടികിട്ടിയോ? അപ്പൊ നമ്മള് ഇന്ന് കണ്ട 3 ചോദ്യങ്ങളുടെ ഉത്തരം എല്ലാവർക്കും ക്ലിയർ ആണോ? നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ആദ്യം നമ്മൾ ABCDയുടേതാണ് കണ്ടത്, മനസ്സിലായി. അത് കഴിഞ്ഞ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലേക്ക് പോയി. ഏതൊക്കെയാണ് ഒരുപോലെ മാറ്റമില്ലാതെ ക്യാപിറ്റൽ ലെറ്ററിൽ നിൽക്കുന്നതെന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഒന്നും കൂടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് നോക്കി. പിന്നെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, പിന്നെ നമ്മുടെ ഡിജിറ്റ്സ് 1 2 3 ഡിജിറ്റ്സും നമ്മൾ നോക്കി. പിന്നെ സ്മോൾ ലെറ്റർ, നമ്പേഴ്സ്, വേരിയേഷൻസ് ഇല്ലാത്ത മിറർ ഇമേജസ് കണ്ടു. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പോയി ആൻസർ കിട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. പിന്നെ നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ ഒരു ഇമേജ് കണ്ടു. അതിന്റെ ആൻസർ നമുക്ക് മനസ്സിലായി. ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടിയോ? ഓക്കെ ആണ്. നമുക്ക് ചെറിയൊരു മൈന്യൂട്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആൻസർ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് വേണം ആൻസറിലേക്ക് പോകാൻ. ഇനി നമുക്ക് അടുത്ത ഫിഗർ ആണിത്. ക്വസ്റ്റ്യൻ ഫിഗർ ഉണ്ട്, ആൻസർ ഫിഗറും ഉണ്ട്. അപ്പോ എല്ലാവരും കറക്റ്റ് ആൻസറിലേക്ക് പോവുക. ഓക്കെ, നിങ്ങളുടെ ആൻസർ എന്താണ്? വളരെ ഫാസ്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് പോവുക. ഹാപ്പി ദീപാവലി. ലേറ്റ് ആയിപ്പോയി അനൂട്ടി, എന്ത് പറ്റി? ക്ലാസ് മറന്നുപോയോ? സിജിമോൾ ദിവാലിയുടെ സെലിബ്രേഷനിലാണ്. ഓക്കെ, ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. ഓപ്ഷൻ 3 സി എന്നാണ് ആൻസർ പറയുന്നത്. ഏറ്റവും ആദ്യം പറഞ്ഞത് അനീഷ് ആണ്. ആൻഡ്രിയ തൊട്ടു പിറകിൽ തന്നെ പറഞ്ഞു. മോൻസ് പറഞ്ഞു, അനൂട്ടി പറഞ്ഞു, അഞ്ജു പറഞ്ഞു.
അപ്പൊ നമുക്ക് നോക്കണം എന്താണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത എനിക്ക് പഠിപ്പിക്കാനുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് വാട്ടർ ഇമേജ്, അതുപോലെ തന്നെ നമ്മുടെ ഫോൾഡിങ്, കട്ടിങ് ആൻഡ് ഫോൾഡ്. ഇതിന് ഈ 3 സംഭവങ്ങൾ ഒരുമിച്ച് അറിയണം. മിറർ ഇമേജ് അറിയണം, വാട്ടർ ഇമേജ് അറിയണം, എങ്കിൽ മാത്രമേ കട്ടിങ് ആൻഡ് ഫോൾഡ് എന്ന് പറയുന്ന ആ ഒരു പഞ്ച് കാർഡ് നമുക്ക് പഠിക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും നന്നായി പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ എത്താൻ. അപ്പൊ ഇവിടെ നമ്മൾ വീടാണ് ചെയ്യാൻ പോകുന്നത് അല്ലെ. വീട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ലെഫ്റ്റിൽ കിടക്കുന്ന ആള് റൈറ്റിൽ പോണം, റൈറ്റിൽ കിടക്കുന്ന ആള് ലെഫ്റ്റ് വരണം. അപ്പൊ ഈ ഒരു ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സംഭവം അല്ലെ, ഈ ഒരു റെക്റ്റാങ്കിൾ ഇങ്ങനെ ഉയർത്തി വെച്ചേക്കാണ്. ഇത് എവിടെ പോണം? ലെഫ്റ്റിൽ ഇരിക്കുന്ന റെക്റ്റാങ്കിൾ റൈറ്റിൽ പോണം. വീട് എവിടെ വരണം? വീട് ലെഫ്റ്റിലിരിക്കണം. അതല്ലേ ആദ്യം നമ്മൾ നോക്കുന്നത്. വീട് ലെഫ്റ്റിലാണ്, ഇത് റൈറ്റിലാണ്. ഇവിടെ തലകുത്തിയൊക്കെ നിൽക്കുന്നു. തലകുത്തി നിർത്താൻ പറഞ്ഞോ? ഇല്ല. അപ്പൊ തലകുത്തി നിർത്തണ്ട, നേരെ നിർത്തിയാൽ മതി. അപ്പൊ 2ഉം 4ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അത് വാട്ടർ ഇമേജ് പോലെയാണ് അല്ലെ 2ഉം 4ഉം വെച്ചേക്കുന്നത്. അപ്പോ ഇവിടെ നമുക്ക് മിറർ ഇമേജ് ആണ് വേണ്ടത്. 1ഉം 3യിൽ ഇരിക്കുകയാണ് നമ്മുടെ ഉത്തരം. ഇനി ദാണ്ടെ ഇത് രണ്ടും മാറ്റമൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഓപ്ഷൻ എയിലുണ്ട്, ഓപ്ഷൻ 3യിലും ഉണ്ട്. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഉള്ള സംഭവം ഈ പതാകയാണ്. പതാക എങ്ങോട്ട് വരണം? തിരിയണ്ടേ? മിറർ ഇമേജിൽ പതാക തിരിയണോ? തിരിയണം. പതാക തിരിയണം. അപ്പൊ ആൻസർ ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ്. എല്ലാവർക്കും മനസ്സിലായി. ഏറ്റവും ആദ്യം ഉത്തരം പറയുന്നത് അനീഷ് കുമാർ ആണ്. കൺഗ്രാറ്റ്സ് അനീഷ്. അപ്പോ നോക്കിയേ, പതാക തിരിഞ്ഞു. ഫിഗർ നമ്മുടെ ഇത് ലെഫ്റ്റിൽ കിടക്കുന്ന ആൾ റൈറ്റിലെത്തി. റൈറ്റിൽ കിടന്ന വീട് ഈ മിറർ ഇമേജിന്റെ കൂടെ നിൽക്കുന്ന ആളെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കൂടെ നിൽക്കുന്ന വീടിനെയാണ് നമ്മൾ ആദ്യം ചെയ്തത്. ആദ്യം വരേണ്ടത് ഈ മിററിന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. മിററിന്റെ കൂടെ നിൽക്കുന്ന ആളെ ഇനി ആദ്യം എഴുതും. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമ്മൾ ലെറ്റേഴ്സ്, നമ്പേഴ്സ്, സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ ഒക്കെ പഠിച്ചു. ഇപ്പൊ ഇമേജസ് ചെയ്യാനും പഠിച്ചു. ഓക്കെ ആണ്. അപ്പൊ ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ ഫിഗർ ഉണ്ട്, നമുക്ക് ആൻസേഴ്സ് നോക്കണം. ക്വസ്റ്റ്യൻ ഫിഗർ ഇവിടെ ഉണ്ട്, ആൻസർ നോക്കണം. ഓക്കെ, ജൂബി ഫിലിപ്പ് പറഞ്ഞു ഓപ്ഷൻ 3 ആണ്. ഐ സേ 3rd. മോൻസ് കൺഗ്രാറ്റ്സ്. മോൻസ് പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചു. അനീഷ് 3 പറയുന്നു. ബിജു ആൻഡ്രിയ 3 പറയുന്നു. സിജിമോന്റെ എക്സാം ആണ് 27 അല്ലേ? ഓക്കെ, നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എല്ലാരും ഒരേപോലെ 3 പറയുന്നുണ്ട്. അനശ്വര 3 പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ലെഫ്റ്റിൽ കിടക്കുന്ന ആളെ റൈറ്റിൽ കൊണ്ടുവരണം. റൈറ്റിൽ എന്തുണ്ട്? ലെഫ്റ്റിൽ കൊണ്ടുവരണം. എപ്പോഴും ഈ മിററിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളെ നമ്മൾ ആദ്യം ചെയ്യണം അല്ലെ. അപ്പൊ ഈ മിററിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളാണ് റൈറ്റ്. ഇത് ലെഫ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തു. അപ്പൊ ഈ റൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു കളേർഡ് അല്ലെങ്കിൽ ഒരു ഷെയ്ഡഡ് സ്ക്വയർ കാണാം. പിന്നെ ദാണ്ട് ഒരു ബിഗ് ഒരു സ്ക്വയർ നമുക്ക് കാണാം. ഷെയ്ഡ് ചെയ്യാത്ത ഒരു സ്ക്വയറിനെയും കാണാം. അത് ആദ്യം വരണം. അതാദ്യം വന്നിട്ടുണ്ടോ? ഇവിടെ നമുക്ക് താഴെയാണ്. ഇത് മേളിൽ തന്നെ ഇരിക്കണ്ടേ? മേളിലെ ഷെയ്ഡിന്റെ മേളിൽ തന്നെ ഇരിക്കണം, അല്ലാതെ താഴോട്ടൊന്നും വരത്തില്ല. അപ്പോ മേളിൽ തന്നെ അത് വന്നിട്ടില്ല. അത് മേളിൽ തന്നെ വന്നിട്ടുണ്ടോ? ഈ ഷെയ്ഡഡ് ഞാൻ തപ്പുകയാണ്. ഇവിടെ ഉണ്ടോ? ഇവിടെ ഇരിക്കണമായിരുന്നത്, അതില്ല. ഇവിടെ ഉണ്ട്, പക്ഷേ താഴത്തെ ഈ സ്ക്വയർ ഇങ്ങനെ വലുതായിട്ട് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതും തെറ്റാണ്. ഇനി ദാണ്ടെ ഈ ഓപ്ഷനില് ഈ ഷെയ്ഡഡിന് പകരം ഈ ഒരു വലിയ സ്ക്വയർ ഷെയ്ഡ് ഇല്ലാത്തത് വന്ന് ഇവിടെ ഇരുന്നു, അത് തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. ഇതാണ്. അതായത് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഉണ്ട്, വലുത് ഇവിടെ ഉണ്ട്. ഇനി എന്റെ ഇപ്പുറത്തിരിക്കുന്ന ലെഫ്റ്റ് പോർഷനിലെ ഈ ഷെയ്ഡഡ് താഴെയുണ്ടോ? ഷെയ്ഡഡ് താഴെയുണ്ട്. ഇനി ഒരു എല്ല് ഷേപ്പ് അല്ലെ, ഒരു എല്ല് ഷേപ്പ് അത് ഇവിടെ ഉണ്ടോ? ഇവിടെ താഴെയുണ്ട്. ക്ലിയർ ആണോ? അതിങ്ങനെ ഇരിക്കുന്നതല്ലേ. അതിന്റെ മിറർ ഇമേജ് എങ്ങനെ വരണം? താഴോട്ട് വരണം. അതിന്റെ മിറർ ഇമേജ് തിരിച്ചു വരണ്ടേ? താഴോട്ട് വന്നു. അതാണ് ഇങ്ങനെ ആയത്. ക്ലിയർ ആണ്? അതിന്റെ മിറർ ഇമേജ് വന്നു. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 3 ആണ്. ക്ലിയർ ആണോ?
എല്ലാവർക്കും പിടി കിട്ടിയോ? പൊസിഷൻ മാറ്റരുത്. ഇത് മുകളിൽ ഇരിക്കുന്ന സാധനം ഇപ്പുറത്തെ ലെഫ്റ്റിലോട്ട് വരുന്നേ ഉള്ളൂ, മുകളിൽ തന്നെ ഇരിക്കണം, മുകളിൽ തന്നെ ഇരിക്കണം. ഈ താഴെ ഇരിക്കുന്നത് പൊസിഷൻ മാറരുത്, ഈ പൊസിഷനിൽ തന്നെ ഇരിക്കരുത്, ഇപ്പുറത്തെ പൊസിഷനിലോട്ട് വരണം, ഈ പൊസിഷനിലോട്ട് തന്നെ വരണം. ഇനി ഇവിടെ ഇരിക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ വരണം, ഇത് ഈ സൈഡിൽ തന്നെ അല്ല ഇരിക്കേണ്ടത്, ഈ സൈഡിലാണ് ഇരിക്കേണ്ടത്, ഈ സൈഡിലല്ല. ഇപ്പൊ എല്ലാവർക്കും ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ഇതിന്റെ ഉത്തരം വരുന്നതെന്ന് മാം പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. മിറർ ഇമേജ് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ആൻസർ ശരിയായവരും തെറ്റിപ്പോയവരും എല്ലാരും സൂക്ഷിച്ചു നോക്കിയേ. ഇപ്പൊ ഇത് കറക്റ്റ് ഇതിന്റെ മിറർ ഇമേജ് അല്ലേ? നോക്കിയേ, ഇതിന്റെ കറക്റ്റ് മിറർ ഇമേജ് അല്ലേ? ഇവിടെ കണ്ടോ ഈ ഷെയ്ഡഡ് ഏരിയ, ഇപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഷേപ്പ് അത് തിരിഞ്ഞു വന്നു. ഇനി ഈ ഷെയ്ഡഡ് ഏരിയ അപ്പുറത്തായി, ഇങ്ങനെ ഒരു സ്ക്വയർ അതിന് ഇപ്പുറത്തേത്, ഈ സ്ക്വയർ ഇപ്പുറത്തേത്. ക്ലിയർ ആണ്? ഇപ്പൊ എല്ലാവർക്കും ക്ലാരിറ്റി വന്നോ? മനസ്സിലായോ? ക്ലിയർ ആണോ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോരാം. ഇതുവരെ പറഞ്ഞതെല്ലാം ശരിയായ എത്ര പേരുണ്ട്? ഓക്കെ, എല്ലാവർക്കും പിടികിട്ടിയില്ലേ? ഡൗട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ, ഡൗട്ട് ഉള്ളവർ ചോദിക്കണേ. ഡിസംബറിലുണ്ട് കേട്ടോ നവോദയ എക്സാം. ഓക്കെ, ഡിസംബറിലുണ്ട്. ഡൗട്ട് ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. നമുക്കറിയാം ഇപ്പോ 4 എന്നായിരുന്നെങ്കിൽ ഇങ്ങനെ ആയേനെ. ഇവിടെ ഇങ്ങനെയാണ് 4 എഴുതിയേക്കുന്നത്, അത് തിരിഞ്ഞ് വരണം, ഇങ്ങനെ വരും അല്ലെ? ഇങ്ങനെയൊക്കെ ഡിസൈൻ ഉണ്ടെങ്കിൽ ആ ഡിസൈൻ അതുപോലെ ഇരിക്കും അല്ലെ? ഇങ്ങനെയല്ലേ ഇത് വരുന്നത്, തിരിഞ്ഞിങ്ങനെ വരും. ക്ലിയർ ആണ്? അപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് തിരിഞ്ഞു വരുന്നത് ഇങ്ങനെ ചരിഞ്ഞാണോ വരേണ്ടത്? ഇങ്ങനെയാണോ? തിരിഞ്ഞു വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. വളരെ ഫാസ്റ്റ് ആയിട്ട് കിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായോ? എല്ലാരും കമന്റ് ചെയ്തില്ല? എല്ലാരും കമന്റ് ചെയ്തു. ഓക്കെ, വളരെ ഫാസ്റ്റ് ആയിട്ട് എല്ലാരും പറഞ്ഞു എ ആണ് ഉത്തരം. ശരിയാണ്, നിങ്ങൾ പറഞ്ഞ ആൻസർ ശരിയാണ്. കൺഗ്രാറ്റ്സ്. എല്ലാരും ഒന്നടങ്കം പറഞ്ഞു ഞങ്ങളുടെ ആൻസർ എ ആണ്, ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. ഞങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞിരിക്കുന്നു. എ ആണ് നിങ്ങളുടെ ഉത്തരം. ശരിയാണ്, നിങ്ങളുടെ ആൻസർ ശരിയാണ്. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു വലിയ ക്വസ്റ്റ്യനിലുമായി ഞാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ എത്ര പേര് ഇതിന്റെ ശരി ഉത്തരം പറയും എന്ന് നോക്കണം. ഒരു വലിയ ക്വസ്റ്റ്യൻ താണ്ടേ ബോർഡിൽ കാണാം, നമ്മുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഒരു വലിയ ക്വസ്റ്റ്യൻ. എത്ര പേര് കറക്റ്റ് ആയിട്ട് പറയും മാം ഇപ്പൊ ചെക്ക് ചെയ്യും. സിമ്പിൾ ആണ്. ഇത്രയും പഠിച്ച നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇവയാണ് ഏറ്റവും ഫാസ്റ്റ് 3 പറഞ്ഞിരിക്കുന്നത്. അഞ്ജു 3 പറഞ്ഞു. സ്റ്റഡി ടൈം ബിബിജി എ ആണ് പറയുന്നത്. പ്രിയ എ പറയുന്നു. ബിജു സി പറയുന്നു. അനീഷ് സി പറയുന്നു. ഓക്കെ, ജൂബിക്ക് ഇപ്പൊ പിടികിട്ടി. അനൂട്ടി സി പറയുന്നു. ശാരദ ബി പറയുന്നു. ശ്രീലക്ഷ്മി മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് നോക്കണം എന്താണ് ഇതിന്റെ ആൻസർ. ഇനി എല്ലാവരും ശ്രദ്ധിക്കണം, ഇനി ആരും ചെയ്യരുത്. ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. മാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുന്നത് എല്ലാവരും നോക്കണം. എങ്കിലേ നിങ്ങൾക്ക് എക്സാമിന് വലിയ വലിയ ക്വസ്റ്റ്യൻസ് കിട്ടിയാലും ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. മാം എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് നോക്കുന്നത്, അത് നമ്മൾ അങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനെയും ശ്രദ്ധിക്കേണ്ടത്. നോക്കിയേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 4 ഈ ഒരു കോളം നോക്കുമ്പോൾ 4 ഭാഗം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഈ അറ്റം മാത്രം ഷെയ്ഡ് ചെയ്തിരിക്കുന്നു അല്ലെ? ഇങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ? ഇനി ഞാൻ കാര്യം പറയാൻ പോവുകയാണ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. ലെഫ്റ്റിലിരിക്കുന്ന ആൾ റൈറ്റിൽ വരണം, റൈറ്റിലിരിക്കുന്ന ആൾ ലെഫ്റ്റിൽ വരണം. ഇവിടെ ലെഫ്റ്റ് ഇതാണ്. ഈ ഫിഗറിന്റെ ലെഫ്റ്റ് വരയ്ക്കുക, ഫിഗറിന്റെ റൈറ്റ് വരച്ചു. റൈറ്റിലിരിക്കുന്ന ആളാണ് ആദ്യം വരേണ്ടത്. റൈറ്റിൽ ഒരൊറ്റ ഷെയ്ഡഡ് പോർഷൻ, ബാക്കി 1 2 3 4 അല്ലെ? ഇത് നമ്മൾ ഇങ്ങനെ നീളത്തിൽ വരുന്നതിനെ കോളം എന്ന് വിളിക്കും. ഇങ്ങനെ വരയ്ക്കുന്നതിനെ നമ്മൾ റോ എന്ന് വിളിക്കും അല്ലെ? ഇത് കുറെ റോകൾ, കുറെ ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് നമ്മൾ റോ എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇങ്ങനെ നീളത്തിൽ എടുക്കുമ്പോൾ കോളം. അപ്പൊ ഞാൻ ഈ കോളം കൺസിഡർ ചെയ്തു. ഒരെണ്ണം ഷെയ്ഡഡ്, ബാക്കി 4 എണ്ണം ഷെയ്ഡ് ഇല്ലാത്തത്. അപ്പോ ഫസ്റ്റ് അതാണ് എന്റെ ഈ അറ്റത്ത് വരേണ്ടത്. ഈ റൈറ്റിൽ ഇരിക്കുന്ന ആള് ലെഫ്റ്റിൽ വരണം.
ഇവിടെ 4 ഇവിടെ ഷെയ്ഡ് ചെയ്യാൻ ആര് പറഞ്ഞു? തെറ്റാണ്. ഇവിടെ ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞോ? ഇല്ല. ഇവിടെ നോക്കിയേ, ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടില്ലേ? ഈ നടുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞോ? തെറ്റാണ്. ഇവിടെ ഒന്നും ഷെയ്ഡ് ചെയ്തില്ല, അത് ഓക്കെ. ഇവിടെ ഒന്നും ഷെയ്ഡ് ചെയ്തില്ല, അത് മാത്രം ഓക്കെ. ഇനി ഞാൻ ഈ ലെഫ്റ്റിലേക്ക് പോവുകയാണ്. ലെഫ്റ്റിൽ 4 ഷെയ്ഡ്, 1 ഷെയ്ഡ് ചെയ്യരുത്. ഈ ആൻസർ ഞാൻ ഓൾറെഡി തെറ്റാന്ന് മനസ്സിലാക്കി, ഇനി അത് നോക്കണ്ട. അപ്പൊ അത് ഫുള്ളായി ലെഫ്റ്റിൽ വരണം. 4 ഷെയ്ഡ്, 1 ഷെയ്ഡ് ഇല്ല, അത് ശരിയാണ്. 4 ഷെയ്ഡ്, 1 ഷെയ്ഡ് ഇല്ല, അതും ശരിയാണ്. ഇനി എനിക്ക് നോക്കാനുള്ളത് എത്രാമത്തെ കോളമാണ്? 1 2 3 തേർഡ് കോളം. തേർഡ് റോ തന്നെയാണ്. 1 2 3 തേർഡ് കോളം, തേർഡ് റോ. ഇവിടെ ലെഫ്റ്റ് പൊസിഷൻ ആണിത്. ലെഫ്റ്റ് പൊസിഷനിൽ സെക്കൻഡ് ആണ്. അപ്പൊ റൈറ്റിൽ നിന്ന് ഇത് സെക്കൻഡ് വരണം. റൈറ്റ് 1, റൈറ്റ് സെക്കൻഡ്, 1 2 3 തേർഡ് കോളത്തിൽ തന്നെ ഷെയ്ഡ്, അത് ശരിയാണ്. ഇവിടെ താണ്ടി ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഷെയ്ഡ് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞോ? ഇവിടെ ഷെയ്ഡ് വരുമോ? തേർഡ് മാത്രമല്ലേ ഷെയ്ഡ്. അപ്പൊ ഈ ഫിഗർ തെറ്റാണ്. അപ്പൊ വളരെ ഫാസ്റ്റ് ആയി നമുക്കൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. ആൻസർ വേറൊന്നുമല്ല, ഓപ്ഷൻ സി ആണ്. എത്ര പേർക്കാണ് സി എന്ന ആൻസർ മനസ്സിലായത്? ഈ ഒരു സെഷൻ മാം പറയുന്നത് എല്ലാരും നന്നായി ശ്രദ്ധിച്ചിരിക്കണം. എങ്ങനെയാ ഉത്തരം വന്നു? ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. എല്ലാരും നിങ്ങൾ ചെയ്യുന്നത് നിർത്തിയിട്ട് മാം എന്ത് പറയുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. ക്ലിയർ ആണോ? ഇപ്പൊ എല്ലാവർക്കും പിടികിട്ടിയോ? ഹായ് ജുവൽ, കൺഗ്രാറ്റ്സ്. ജുവൽ ഏറ്റവും ആദ്യ ആൻസർ പറഞ്ഞു, കൺഗ്രാറ്റ്സ്. ഓക്കെ ആണ്. സി എന്ന ആൻസർ മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടിയോ? ക്ലിയർ ആണോ? അനീഷും ജുവലും. ജുവലാണ് ഏറ്റവും ആദ്യം പറഞ്ഞത്, ഈ തൊട്ട് പിറകെ അനീഷ് പറഞ്ഞു. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, എങ്കിൽ ഈ ചോദ്യം ചെയ്തേ. ഇത് മറ്റൊരു ചോദ്യമാണ്, അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ചോദ്യമാണ്. ഈ ചോദ്യം മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. എല്ലാരും ഒന്ന് ഈ ചോദ്യം ചെയ്തേ. കറക്റ്റ് ഉത്തരം പറയണേ. ഞാൻ ഒന്ന് ചെറുതാവുകയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ കാണാലോ. കൺഗ്രാറ്റ്സ്. ഒരുപാട് പേര് കറക്റ്റ് ഉത്തരം പറഞ്ഞു. ഇവ പറഞ്ഞു, ശാരദ പറഞ്ഞു, മോൻസ് പറഞ്ഞു, മേരി റോസ്. ഓക്കെ, ഏറ്റവും ആദ്യം ഇപ്പൊ ആൻസർ പറയുന്നത് ഇവയാണ്. ബി പറഞ്ഞു, ആൻഡ്രിയ ബി പറഞ്ഞു, ശാരദ ബി പറഞ്ഞു, സ്റ്റഡി ടൈം ബി പറഞ്ഞു, അഞ്ജു ബി പറഞ്ഞു. ഓക്കെ, അനീഷ് കുമാർ ബി പറഞ്ഞു, റയാൻ ബി പറഞ്ഞു, ശ്രീലക്ഷ്മി, അനൂട്ടി ബി പറഞ്ഞു, ജുബി പീറ്റർ ബി പറഞ്ഞു, അഞ്ചിലാൽ ബി പറഞ്ഞു, ശിവനന്ദ. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോകാം. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇനി ആരും ഒന്നും ചെയ്യരുത്. മാം എന്താണ് പറയുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ, ഇത് റൈറ്റ് സൈഡിലുള്ള ഫിഗർ. ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ റൈറ്റിലേക്ക് പോകൂ. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഫിഗർ എങ്ങോട്ട് പോകണം? റൈറ്റിലേക്ക് പോകണം. ലെഫ്റ്റ് ഫിഗറിന്റെ പ്രത്യേകത, ഒരെണ്ണം ഷെയ്ഡ് ഇല്ലാത്തത്, ബാക്കി 3 ഷെയ്ഡഡ് ആണ്. 3 മാത്രം ഷെയ്ഡഡ് ആണ്. അപ്പൊ ഇത് റൈറ്റിലേക്ക് പോകണം. ഒരെണ്ണം ഷെയ്ഡ് ഇല്ല, ബാക്കി 3 ഷെയ്ഡഡ് ആണ്. ഈ ഒരു പോർഷൻ ശരിയാണ്. ഒരെണ്ണം ഷെയ്ഡ് ഇല്ല, ബാക്കി 3 ഷെയ്ഡഡ് ആണ്. ഇത് 2 ഷെയ്ഡ് ഇല്ല, തെറ്റാണ്. ഇനി നമുക്ക് ഡി നോക്കണ്ട. ഒരെണ്ണം ഷെയ്ഡ് ചെയ്തിട്ടില്ല, ബാക്കി 3 ഷെയ്ഡഡ് ആണ്. ഈ ഒരു ആൻസർ ശരിയാണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കാം. റൈറ്റ്, ഏറ്റവും റൈറ്റിലേക്ക് നമ്മൾ പോയി. ഒരെണ്ണം ഷെയ്ഡ് ചെയ്തു, 2 അടുപ്പിച്ച് ഷെയ്ഡ് ചെയ്തില്ല, വീണ്ടും ലാസ്റ്റ് ഷെയ്ഡ് ചെയ്തു. അപ്പൊ അത് ഏറ്റവും ലെഫ്റ്റിൽ വരണം. ഒരെണ്ണം ലാസ്റ്റ് 2 ഷെയ്ഡ് ചെയ്തു, ഇവിടെ നടുക്ക് 2 ഷെയ്ഡ് ചെയ്തില്ല. അപ്പൊ ഇത് ശരിയാണ്. ഇവിടെയും അതുപോലെ തന്നെ ഇത് ശരിയാണ്, അല്ലെ? ഇവിടെയും അതുപോലെ തന്നെ ഇതും ശരിയാണ്. അപ്പൊ അത് ഇത്രയും കറക്റ്റ് ആയി. ഇനി ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. താണ്ടെ, ഇതെന്റെ ലെഫ്റ്റ് 1, ഇത് ലെഫ്റ്റ് 2. ഈ ലെഫ്റ്റ് 2 റൈറ്റ് 2 പോകണം, അല്ലെ? അപ്പൊ ഇവിടെ ഒരെണ്ണം ഷെയ്ഡ് ഇല്ല, അടുത്തത് ഷെയ്ഡ് ചെയ്തു, വീണ്ടും ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരെണ്ണം ഷെയ്ഡ് ഇല്ല, അടുത്തത് ഷെയ്ഡ് ചെയ്തു. നമുക്ക് നോക്കാം. റൈറ്റ് 2 അത് പോകണം. അടുത്ത റൈറ്റിലേക്കാണ്. ഇത് റൈറ്റ് 1 ഏറ്റവും ലെഫ്റ്റ് കോർണർ, റൈറ്റ് 2 വന്നു. ഷെയ്ഡ് ഇല്ല, ഷെയ്ഡ് ഉണ്ട്, ഷെയ്ഡ് ഇല്ല, ഷെയ്ഡ് ഉണ്ട്, ശരിയാണ്. ഷെയ്ഡ് ഇല്ല, ഷെയ്ഡ് ഉണ്ട്, ഷെയ്ഡ് ഇല്ല, ഷെയ്ഡ് ഉണ്ട്, ശരിയാണ്. ഷെയ്ഡ് ഇല്ല, ഷെയ്ഡ് ഉണ്ട്, ഷെയ്ഡ് ഇല്ല, ഷെയ്ഡ് ഉണ്ട്. അപ്പൊ ആ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇനി എനിക്ക് ഇതാണ്ട് ഈ ഒരു കോർണർ മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇത് മാത്രമാണ് ഞാൻ നോക്കുന്നത്. 2 ഷെയ്ഡ്.
രണ്ടെണ്ണം ഷെയ്ഡ്, ഒരെണ്ണം ഷെയ്ഡില്ല, ഒരെണ്ണം ഷെയ്ഡ്. ഓക്കെ, ബി ശരിയായി. ഇവിടെ രണ്ടെണ്ണം ഷെയ്ഡ്, പക്ഷെ ഏതാണ്ട് ഈ സി ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടില്ല, ഇവിടെ ഷെയ്ഡ് ചെയ്യണ്ടേ, അപ്പൊ ഇത് തെറ്റാണ്. ഇവിടെ നോക്കിയേ, രണ്ടെണ്ണം ഷെയ്ഡ്, ഇത് ഷെയ്ഡില്ല, എന്നിട്ട് ഇവിടെ ഷെയ്ഡുണ്ട്. ഇത് ഓൾറെഡി തെറ്റാണല്ലോ. അപ്പൊ ഇനി നമ്മൾ ഇത് നോക്കണ്ട. അപ്പൊ നമ്മുടെ ആൻസർ, ഫൈനൽ ഉത്തരം എന്താണ് കിട്ടിയത്? ആൻസർ ബി എന്നാണ് കിട്ടിയത്. എല്ലാം കറക്റ്റ് ആയിട്ട് വന്നത് ബിയിലാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ ഏതെങ്കിലും ഒരു കോളവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോയോ അങ്ങനെ ബേസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ റോ വെച്ചും ചെയ്യാം. ഈ രണ്ടെണ്ണം ഇവിടെ വന്നു, അടുത്തത് ഈ രണ്ട് കോളം ഇപ്പുറത്ത് വന്നു അല്ലെ, ഇവിടുത്തെ രണ്ടെണ്ണം, ഈ മൂന്നെണ്ണം അപ്പുറത്ത് പോയി അല്ലെ, ഈ മൂന്നെണ്ണം അപ്പുറത്ത് പോയി, ഇത് ഷെയ്ഡില്ലാതെ ഇവിടെ, മൂന്നെണ്ണം ഇവിടെ, അടുത്തത് നോക്കി മൂന്നെണ്ണം ഇവിടെ, ഷെയ്ഡഡ് ഇവിടെ, എല്ലാം ഷെയ്ഡഡ്, കണ്ട. നിങ്ങൾക്ക് അങ്ങനെ ഒരു റോ ബേസ്ഡ് നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോളം ബേസ്ഡ് നോക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം. കാര്യം മനസ്സിലായോ? എത്ര പേർക്ക് മനസ്സിലായി? ഇതെങ്ങനെ ചെയ്യാം എന്ന്, എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്ന് പിടി കിട്ടിയോ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു, ഇവിടെ ഓപ്ഷൻ എ ആയിരുന്നു. ഈ ഫിഗർ മനസ്സിലായി? ഇപ്പൊ പിക്ചേഴ്സ് ചെയ്യാൻ പഠിച്ചോ? എല്ലാരും പഠിച്ചോ? അടുത്ത ക്വസ്റ്റ്യൻ. കൺഗ്രാറ്റ്സ്, ആൻസർ ശരിയായിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എത്തിയിട്ടുണ്ട്. എല്ലാവരും വളരെ ഫാസ്റ്റ് ആയി ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. ഫാസ്റ്റ് ആയിട്ട് ഉത്തരം പറയുക. ഒരു എഫ് ഷേപ്പ് അല്ലേ? ഇന്ന് ഒരുപാട് പേര് ലേറ്റ് ആയിട്ടാണല്ലോ വന്നത്. എന്ത് പറ്റി ലേറ്റ് ആയത്? എല്ലാരും കറക്റ്റ് സമയത്ത് വരണേ. നമ്മള് മാത്സ് ക്ലാസ് കറക്റ്റ് സമയത്തൊക്കെ സ്റ്റാർട്ട് ആകും. തുടക്കം നമ്മള് മെയിൻ പോയിന്റ്സ് ഒക്കെ പറയും. അത് മിസ്സായ പിന്നെ മനസ്സിലാക്കാൻ പാടാണ്. നമ്മൾ പറഞ്ഞിരുന്നു എഫ് തിരിച്ചിടണം. എഫ് തിരിച്ചിട്ടേക്കുന്ന ഓപ്ഷൻ ബി ആണ്. ചരിച്ചോ, താണ്ട് എഫിനെ പിടിച്ചു കിടത്തി ഉറക്കുന്നു. എഫിനെ ഉറക്കാൻ പറഞ്ഞോ? ചരിച്ചു കിടത്താൻ പറഞ്ഞോ? ഇല്ല. അപ്പൊ അതെല്ലാം തെറ്റാണ്. എഫിനെ തിരിച്ചു കിടത്തിയിരിക്കുന്നു ഓപ്ഷൻ ബി. വളരെ ഫാസ്റ്റ് ആയിട്ട് ഉത്തരം കിട്ടിയോ? ആരെങ്കിലും എഫിനെ പിടിച്ചു കിടത്തി ഉറക്കിയോ? എല്ലാരും ബി ആണ് പറഞ്ഞത്. കൺഗ്രാറ്റ്സ്, എല്ലാരും ബി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ആദ്യം ആരാണ് ബി പറഞ്ഞതെന്ന് ഞാൻ നോക്കട്ടെ. ഏറ്റവും ആദ്യം ഇവിടെ ബി പറഞ്ഞിരിക്കുന്നത് ജോബി പീറ്റർ ആണ് ഏറ്റവും ഫസ്റ്റ് ബി പറഞ്ഞത്. അതിനുശേഷം ജിൻസി ഫിലിപ്പ് ബി പറഞ്ഞു, പിന്നെ ഇവ ബി പറഞ്ഞു, ആൻഡ്രിയ ബി പറഞ്ഞു, അഞ്ജു പറഞ്ഞു, അനൂട്ടി പറഞ്ഞു, അനീഷ്, എലിസബത്ത്, ശാരദ, ഹന്ന, റയാൻ പറഞ്ഞു, പിന്നെ റീന പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എഫും ബിയും കൂടെ ഉണ്ട്. രണ്ടുപേർ താണ്ട വന്ന് ഒളിച്ചിരിക്കുകയാണ്. കറക്റ്റ് ആൻസർ വളരെ ഫാസ്റ്റ് ആയി പറഞ്ഞോളൂ. ആഹാ, സിജിമോൾ ടൂറൊക്കെ പോയി അടിച്ചു പൊളിക്കാൻ പോവുകയാണല്ലേ. മനസ്സിലായി? റീനയ്ക്ക് പിടി കിട്ടി. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ അല്ലേ? എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, നമുക്ക് നോക്കണം ഈ പ്രാവശ്യം ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കറക്റ്റ് ഉത്തരം പറയുന്ന ആരാണെന്ന്. ഞാൻ ഇങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആണ്. ഇവയാണ് ഏറ്റവും ഫാസ്റ്റ് പറഞ്ഞത്. കൺഗ്രാറ്റ്സ് ഇവ ഇപ്പോ 3 ക്വസ്റ്റ്യൻസോളം ആൻസർ കറക്റ്റ് ആയിട്ട് വളരെ ഫാസ്റ്റ് പറഞ്ഞു. അനീഷ് തൊട്ടുപുറകിൽ പറയുന്നുണ്ട്. ആൻഡ്രിയ എ ആണ് പറഞ്ഞത്. അഞ്ജു ബി ആണ് പറയുന്നത്. ശാരദ ബി പറഞ്ഞു, മോൻസ് ബി പറഞ്ഞു, ശിവനന്ദ ബി പറഞ്ഞു, ജുവൽ ബി പറഞ്ഞു. നമുക്ക് നോക്കാം. ഹന്നയും എ ആണ് പറയുന്നത്. കുറച്ചു പേരിൽ ഡിഫറൻസ് ഉണ്ട്, നമുക്ക് നോക്കണം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ലെഫ്റ്റിൽ കിടക്കുന്നത് ആര്, റൈറ്റിൽ കിടക്കുന്നത് ആര്? ലെഫ്റ്റിൽ കിടക്കുന്ന ആള് എങ്ങോട്ട് പോണം? റൈറ്റിൽ പോണം. റൈറ്റിൽ കിടക്കുന്ന ആൾ എങ്ങോട്ട് പോണം? ലെഫ്റ്റിൽ പോണം. അപ്പൊ ഞാൻ ആദ്യം ബി ഇടതാണ് എഴുതേണ്ടത്. ബി ഇടത് ഇങ്ങനെ. അതിനുശേഷം ഞാൻ എഫിൻ്റെത് എഴുതണം. എഫ് എനിക്ക് എങ്ങോട്ട് വരും? ഇങ്ങോട്ട് വരും. എഫ് അല്ലെ, എഫ് ഇങ്ങോട്ടാണോ വരുന്നത്? ഇങ്ങനെ തിരിച്ചു വരണം. എഫ് ഇങ്ങോട്ട് വരണം. അപ്പൊ എന്റെ ഉത്തരം ഇങ്ങനെയാണ്. ബി, ആദ്യം ബി, അതിനുശേഷം എഫ്. അപ്പൊ ആദ്യം ബി, അതിനുശേഷം എഫ്, ഇങ്ങനെ ബി എഫ്. ഈ ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ്? അപ്പൊ ഇവിടെ കണ്ടോ, ആദ്യം എഫ് അല്ല വരേണ്ടത്. ബി തന്നെ എഴുതി വെച്ചേക്കുന്നു. ബി തന്നെയാണോ എഴുതേണ്ടത്? ബിയുടെ മിറർ ഇമേജ് അല്ലേ എഴുതേണ്ടത്? ഇവിടെ ബിയുടെ മിറർ ഇമേജ് എഴുതി, പക്ഷെ എഫ് എന്ന് തന്നെ എഴുതി വെച്ചേക്കുന്നു. എഫ് ഇങ്ങനെയല്ലേ എഴുതേണ്ടത്? ആണ്. അപ്പൊ നമ്മുടെ ആൻസർ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എന്തുകൊണ്ട് ബി വന്നു എന്ന് മനസ്സിലായോ? എന്തുകൊണ്ട് ബി വന്നു എന്ന് പിടി കിട്ടിയോ?
അന്ന മനസ്സിലായോ? ആൻഡ്രിയ ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫിഗർ ഏതുമായിക്കോട്ടെ, നിങ്ങളുടെ ലെഫ്റ്റ് പോർഷൻ റൈറ്റിലെത്തിയോ റൈറ്റ് പോർഷൻ ലെഫ്റ്റിലെത്തിയോ എന്ന് നോക്കണം. എന്നിട്ട് ഇപ്പൊ 1 ആണെങ്കിൽ അല്ലെങ്കിൽ എ ആണെങ്കിൽ ബി ആണെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ആ മിറർ ഇമേജ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ക്ലിയർ ആണ്. ഇത് അതാത് രീതിയിൽ മിറർ ഇമേജ് ആയിരിക്കണം. ഇത് ലെഫ്റ്റിൽ കിടക്കുവാണെങ്കിൽ ഈ സംഭവം റൈറ്റിലെത്തണം. അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ ആണ്. ഇത് വളരെ സിമ്പിൾ അല്ലേ? ഇങ്ങോട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകണം, ഇപ്പുറത്തോട്ട് തന്നെ പോകണം. 3C ഓപ്ഷൻ സി അല്ലേ ഉത്തരം? ഓപ്ഷൻ സി ആണ് ഉത്തരം. എല്ലാവർക്കും ഓപ്ഷൻ സി കിട്ടിയോ? ക്ലിയർ ആണോ? വളരെ ഫാസ്റ്റ് ആയിട്ട് കിട്ടിയോ? ഓക്കെ ആണ്. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? ഓപ്ഷൻ സി എല്ലാവർക്കും കിട്ടി. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം കാണുകയാണ്. മിറർ വെച്ചിട്ടുണ്ട് കണ്ടോ? മിറർ വെച്ചേക്കുന്നുണ്ടോ? ഹന്ന സി കിട്ടി. ക്ലിയർ ആണ്. അപ്പൊ ഈ പ്രാവശ്യം ഏറ്റവും ആദ്യം ഉത്തരം പറഞ്ഞത് അനീഷ് കുമാർ ആണ്. അനീഷ് കുമാർ, കൺഗ്രാറ്റ്സ്. ഇവ തൊട്ടുപിറകിൽ പറഞ്ഞു, ആൻഡ്രിയ പറഞ്ഞു, ശാരദ പറഞ്ഞു, അഞ്ജു പറഞ്ഞു, പ്രിയ പറഞ്ഞു, എലിസബത്ത്, മോൻസ്, സ്റ്റഡി ടൈം എല്ലാരും പറഞ്ഞു. കൺഗ്രാറ്റ്സ്. ഇപ്പോ അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സ്റ്റഡി ടൈം ബ്ലോഗ് ആണ്. കൺഗ്രാറ്റ്സ്. അഞ്ജു പറഞ്ഞു, ആൻഡ്രിയ പറഞ്ഞു, മോൻസ് പറഞ്ഞു, ശാരദ, എലിസബത്ത്, അഞ്ജലി, അനീഷ്, ജോബി പീറ്റർ. ഇവ പറഞ്ഞില്ലല്ലോ ഈ ഉത്തരം കിട്ടിയില്ലേ? ഇവ ക്ലിയർ ആണ്. ഫാസ്റ്റ് ആയിട്ട് മനസ്സിലായോ? അപ്പൊ നോക്കുക, നമുക്ക് ഇവിടെ ഇതാണ് എന്റെ ലെഫ്റ്റ് ഫിഗർ, ഇതാണ് എന്റെ റൈറ്റ് ഫിഗർ. ഈ ലെഫ്റ്റ് ഫിഗറിലുള്ള രണ്ടും അപ്പുറത്തെത്തണം. ഇത് ഇങ്ങനെ തന്നെയല്ലേ? തിരിച്ചെഴുതാലും ഇങ്ങനെ തന്നെയല്ലേ? അപ്പൊ റൈറ്റില് ദാണ്ട് ഇങ്ങനെ തന്നെ, ഇങ്ങനെ നേരെ തന്നെ നിൽക്കണം. ഇവിടെ കമത്തി ഇട്ടേക്കുന്നു. കമത്തി ഇടാൻ പറഞ്ഞു. ഇത് കമത്തി ഇടാൻ പാടുണ്ടോ? ഇല്ല. ഇവിടെയും കണ്ടോ കമത്തി ഇട്ടേക്കുന്നു. നേരെ തന്നെ നിൽക്കണ്ടേ? ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു വരയൊക്കെ കൊടുത്തേക്കുന്നു. തെറ്റാണ്. അപ്പൊ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് എ ആണ് ഉത്തരം എന്ന് മനസ്സിലായി. ഇനി ദാണ്ട് ഈ ഒരു ഫിഗർ നോക്കിയേ, ഇങ്ങനെ ഈ ഫിഗർ ഇങ്ങനെ. അപ്പൊ ഇതിനെ ഞാൻ തിരിക്കുമ്പോ ഇങ്ങനെ വന്നിട്ട് ഇപ്പുറത്തോട്ടാണ് ഇത് വരുന്നത് അല്ലെ? അപ്പൊ ഈ റൈറ്റിൽ കിടക്കുന്ന ആളാണ് ആദ്യം വരേണ്ടത്. അപ്പൊ എന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. വളരെ ഫാസ്റ്റ് ആയി മനസ്സിലായ ഓപ്ഷൻ എ ആണ് ഉത്തരം എന്ന്. എത്ര പേർക്ക് ആൻസർ പിടി കിട്ടി? ക്ലിയർ ആണ്. വളരെ പെട്ടെന്ന് പിടി കിട്ടത്തില്ലേ? ലെഫ്റ്റിലിരിക്കുന്ന റൈറ്റിലിരിക്കുന്ന ആളെയാണ് ആദ്യം എഴുതേണ്ടത്. ഈ മിററിനോട് ചേർന്നിരിക്കുന്ന ആളെ ആദ്യം എഴുതണം. ആളെ തിരിച്ചെഴുതണം. തിരിച്ചെഴുതുമ്പോ ഇങ്ങനെ ഇരിക്കും. മറ്റേ ആൾക്ക് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്ക് ഇങ്ങനെ തന്നെ. നമ്മൾ പറഞ്ഞില്ലേ യു തന്നെ. വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. യു തന്നെയാണ്. ഡിഫറൻസ് ഇല്ല. നമുക്ക് എപ്പോഴും ലെഫ്റ്റും റൈറ്റും മാത്രമാണ് ഈ ഒരു മിറർ ഇമേജില് നമുക്ക് തിരിക്കാനുള്ളത്. ഇപ്പോ മുകളിലോട്ടിരിക്കുന്നവരെ ഒന്നും നമുക്ക് തിരിക്കാനില്ല. ലെഫ്റ്റും റൈറ്റും മാത്രമാണ് നമുക്ക് തിരിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടി? ആൻസർ ആയിട്ട് സി കിട്ടി. എല്ലാവർക്കും കിട്ടിയോ? അല്ല, എ കിട്ടി. ആൻസർ എ കിട്ടി. അടുത്ത ചോദ്യം ഇതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഉത്തരം പറയാം. ഓക്കെ അന്നൂട്ടി, ക്ലിയർ ആണ്? ക്ലിയർ ആയില്ല? ശാരദയ്ക്ക് ഇപ്പൊ മനസ്സിലായോ? ശാരദയ്ക്ക് മനസ്സിലായോ? ഒന്നും കൂടെ പറഞ്ഞു തരാം. ശാരദയ്ക്ക് മനസ്സിലായോ? ശാരദയ്ക്ക് മനസ്സിലായോ? ശാരദ എന്ന് കമന്റ് ചെയ്യണേ. ശ്രീനന്ദ സ്റ്റഡി ടൈം എ പറഞ്ഞു, അനീഷ് കുമാർ സി പറഞ്ഞു, മോൻസ് ബി പറഞ്ഞു, ഹന്ന ബി പറഞ്ഞു. ഓക്കെ, എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് റൈറ്റിലിരിക്കുന്ന 9 അല്ലെ, ലെഫ്റ്റിലിരിക്കുന്ന 9 റൈറ്റിൽ പോണം. റൈറ്റിലിരിക്കുന്ന 3 ലെഫ്റ്റിൽ പോണം. 3 ആണ് ആദ്യം എഴുതേണ്ടത്. 3യെ തിരിച്ചെഴുതണം. 9നെയും തിരിച്ചാണ് എഴുതേണ്ടത് അല്ലെ? 9നെ തിരിച്ചാണ് എഴുതേണ്ടത്. അപ്പോ 9നെ തിരിച്ച് അപ്പുറത്തോട്ട് പോകും 9 അല്ലെ? ഇങ്ങനെ എഴുതും. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ഉത്തരം. 3യും ഇത് കണ്ടോ കറക്റ്റ് 9 ആയിട്ടിരിക്കുന്നു. തെറ്റല്ലേ? ഇത് വേറെ, ഇത് കറക്റ്റ് 3 ആയിട്ടിരിക്കുന്നു. ഇത് തെറ്റല്ലേ? നമ്മൾ ഇവിടെ നോക്കിയാൽ മതി. ആദ്യം വരേണ്ടത് 3 ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. എത്ര പേർക്ക് ആൻസർ കിട്ടിയോ? ശാരദ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ശാരദയ്ക്ക് കിട്ടിയോ? ഇത് നോക്കുക. നിങ്ങൾക്ക് 3യും 9ഉം വന്നു കഴിഞ്ഞാൽ ആദ്യം 9 വരണം.
9 ഇങ്ങനെ വരും. നമ്മൾ ഇങ്ങനെ 9 വരയ്ക്കുന്നെങ്കിൽ ഇപ്പുറത്തോട്ടാകും അല്ലെ. ക്യൂ വരച്ചാൽ പി ആവുന്നത് പോലെ ഇത് ഇങ്ങനെ ആകും, 3 ഇങ്ങനെയാകും. എപ്പോഴും ഇതിനെ ലെഫ്റ്റ് റൈറ്റ് എന്ന് എഴുതുക. എന്നിട്ട് റൈറ്റിൽ കിടക്കുന്ന ആളെ ആദ്യം തിരിച്ചെഴുതുക. റൈറ്റിൽ കിടക്കുന്ന ആളെ ആദ്യം തിരിച്ചെഴുതുക. ഇത് കണ്ടോ 9 നമുക്ക് മിറർ ഇമേജ് 9 തന്നെയാണോ? തിരിക്കണ്ടേ? ഇങ്ങോട്ട് ഉള്ള ആളെ അങ്ങോട്ട് തിരിക്കണം, ഇങ്ങോട്ടുള്ള ആളെ അങ്ങോട്ട് തിരിക്കണം. അപ്പൊ 9 കണ്ടോ, ഇത് 9 തന്നെ എഴുതി വെച്ചേക്കുന്നത്. അതാണോ മിറർ ഇമേജ്? അല്ല. അതുകൊണ്ട് ആൻസർ സി ആണ്. എത്ര പേർക്ക് മനസ്സിലായി ഇതിന്റെ ആൻസർ സി ആണെന്ന്? എത്ര പേർക്ക് പിടികിട്ടി? എപ്പോഴും മിറർ ഇമേജിൽ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? ലെഫ്റ്റ് റൈറ്റ് എന്ന് എഴുതുക. എന്നിട്ട് ലെഫ്റ്റിലിരിക്കുന്ന ആള് ഇപ്പുറത്ത് പോകണം, റൈറ്റിലിരിക്കുന്ന ആളെ ആദ്യം ഉത്തരത്തിൽ എഴുതുക. ഇവിടെ കണ്ടോ ലെഫ്റ്റ് റൈറ്റ്, റൈറ്റിലിരിക്കുന്ന 3 ആണ് ആദ്യം ഉത്തരത്തിൽ വരേണ്ടത്. 3 തന്നെ 3യെ തിരിച്ചിടണം. 3യെ തിരിച്ചിടുന്നതാണ് ആദ്യം. ആദ്യം വന്ന 9നെ തിരിച്ചെഴുതുന്നതാണ് രണ്ടാമത്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്, മനസ്സിലാവുന്നുണ്ട്? ശാരദ ഒന്ന് കമന്റ് ചെയ്തേ. ശാരദയ്ക്ക് മനസ്സിലായോ? ശാരദയ്ക്ക് ക്ലിയർ ആയോ? ശാരദ ഒന്ന് കമന്റ് ചെയ്തേ. ഈ ചോദ്യം ഒന്ന് നോക്കിയേ. ഈ ചോദ്യത്തിൽ ലെഫ്റ്റ് ഇത്, റൈറ്റ് ഇത്. ലെഫ്റ്റിൽ ഞാൻ ഈ 2 ഫിഗറും നോക്കി അല്ലെ, റൈറ്റിലെ 2 ഫിഗറും നോക്കി. ഈ 2 റൈറ്റ് തന്നെയല്ലേ? അപ്പൊ റൈറ്റിലിരിക്കുന്ന ആളെ ആദ്യം എഴുതണം. ഈ റൈറ്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിനെ ഞാൻ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും അല്ലെ. ഇവിടെ ആദ്യം ഇങ്ങോട്ട് വരച്ചെങ്കിൽ അപ്പുറത്ത് വരയ്ക്കണം, ഇങ്ങോട്ട് വരയ്ക്കുമ്പോ തിരിച്ചു വരയ്ക്കണം, മേളിലോട്ട് വരയ്ക്കുമ്പോ ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങോട്ട് വന്നെങ്കിൽ ഇപ്പുറത്ത് വരയ്ക്കണം. ഇങ്ങനെയാണ് മിറർ ഇമേജ് വരയ്ക്കുന്നത്. അപ്പൊ ആദ്യം വരേണ്ടത് ഇതാണ്. ഇതാണോ ആദ്യം? ആ ഒരു ഭാഗം ഒരു ഫിഗറിലേ ഉള്ളൂ, ഈ ഒരൊറ്റ ഫിഗറിലേ ഉള്ളൂ. അത് മാത്രം അറിയെങ്കിൽ ഉത്തരമായി. ഇനി അടുത്ത താഴെ വരേണ്ട ആള് ഇങ്ങനെയല്ലേ? അതിന്റെ മിറർ ഇമേജ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ, ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങോട്ട്, മേളിലോട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങോട്ട്. അതായത് ഇത് രണ്ടും സെയിം തന്നെയാണ് മിറർ ഇമേജ്. ഇതിന്റെ മിറർ ഇമേജ് അത് തന്നെയാണ്. അപ്പൊ ഇനി ലെഫ്റ്റിലെ 2 അതുപോലെ, അതിന്റെ മിറർ ഇമേജ് സെയിം അല്ലേ? ഇങ്ങനെ തന്നെ. അപ്പൊ ആൻസർ ഓപ്ഷൻ എ അല്ലേ? ആൻസർ ഓപ്ഷൻ എ ആണ്. ഇത് എല്ലാവർക്കും പിടികിട്ടിയോ? പിടികിട്ടിയോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ, പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. എ ആണ് എന്ന് പിടികിട്ടിയോ? ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായോ? ഇതിന്റെ ആൻസർ എല്ലാവർക്കും പിടികിട്ടിയോ? ഇതിന്റെ ആൻസർ 3A അല്ല. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. എല്ലാവർക്കും പിടികിട്ടിയോ ഇതിന്റെ ആൻസർ സി ആണെന്ന്? ക്ലിയർ ആണ്? ഓക്കെ ആണ്. ഇവിടെ 9 എന്ന് കാണുമ്പോഴേ നമുക്ക് വെട്ടിക്കളയാം. എങ്കിൽ ഈ ഫിഗർ എല്ലാവരും ഒന്ന് ചെയ്തേ. ഈ ഫിഗറിന്റെ കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ? എനിക്ക് ശാരദയുടെ കമന്റ് കണ്ടില്ലല്ലോ. ശാരദയുടെ കമന്റ് ഒന്ന് വരണം. ശാരദയ്ക്ക് കിട്ടി. ഓക്കെ ഫൈൻ, ക്ലിയർ ആണ്. ഓക്കെ, ഇപ്പൊ എല്ലാരും വന്നേ, എല്ലാരും ആൻസർ പറഞ്ഞേ. മിറർ ഇമേജ് ആണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ മാത്രം കണ്ടാലും മിറർ ഇമേജ് പെട്ടെന്ന് ചെയ്തോണം. ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുമ്പോ തന്നെ മിറർ ഇമേജ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ലെഫ്റ്റ് റൈറ്റ് എന്ന് അങ്ങോട്ട് എഴുതണം. ലെഫ്റ്റ് റൈറ്റ്. റൈറ്റിലിരിക്കുന്ന ആൾ ആദ്യം ചെയ്യണം. റൈറ്റിലിരിക്കുന്ന ആള് മേളിലിരിക്കുന്ന ആള് താഴെ പോകാവോ? ഒരിക്കലും ഇല്ല. മേളിലിരിക്കുന്ന ആള് താഴെ പോകരുത്. ഇങ്ങനെ തന്നെ. ഇനി ഇപ്പുറത്തോ? ഇനി ലെഫ്റ്റിലിരിക്കുന്ന ആളെ ഇപ്പുറത്തോട്ട് വരച്ചു. ഇങ്ങോട്ട് വരെ വന്നെങ്കിൽ ഇപ്പുറത്തോട്ട് വരയ്ക്കാം അല്ലെ? ഇങ്ങോട്ട് വരെ വന്നാൽ ഇപ്പുറത്തോട്ട് വരയ്ക്കാം. അതാണ്ട് ഈ വര ഇങ്ങോട്ട് വന്നാൽ ഇപ്പുറത്തോട്ട് വരച്ചൂടെ? വരയെ നമുക്ക് തിരുത്താം. വര നമുക്ക് ഇപ്പുറത്തോട്ട് വര വന്നാൽ അപ്പുറത്തോട്ട് വരച്ചൂടെ? ഒരു വര ഇങ്ങോട്ടാണെങ്കിൽ മിറർ ഇമേജ് ഇപ്പുറത്തോട്ടായിരിക്കും അല്ലെ? ഒരു ചരിഞ്ഞ വര ഈ സൈഡിലോട്ടാണെങ്കിൽ മിറർ ഇമേജ് ഈ സൈഡിലോട്ടായിരിക്കും. അപ്പോ ഈ വരയും ഈ സൈഡിലോട്ടായിരിക്കും. അപ്പൊ അത് മാച്ചിങ് ഫിഗർ ഏതാണ്? ഇവിടെ കണ്ടോ, ഇത് സർക്കിൾ ആണ്. ഇപ്പുറത്ത് വന്നപ്പോ അത് സ്ക്വയർ ആയി. തെറ്റല്ലേ? തെറ്റാണ്. ഈ സർക്കിള് നേരെ തന്നെ ഇവിടെ വരയ്ക്കാൻ പാടുണ്ടോ? അപ്പുറത്ത് പോണ്ടേ? ഈ സർക്കിൾ അപ്പുറത്തെ സൈഡിൽ പോണ്ടേ? ഇവിടെ സ്ക്വയർ ആണോ വരേണ്ടത്? തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. എത്ര പേർക്ക് ഓപ്ഷൻ ഡി കിട്ടി? ക്ലിയർ ആണ്? അനീഷാണ് ഏറ്റവും ആദ്യം ഡി കിട്ടിയത്. അനീഷിന് മനസ്സിലായി? ഡി കിട്ടി. ക്ലിയർ ആണ്? നന്നായിട്ട് ഇത് ഒന്ന് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ എന്താണ്?
ഓരോന്നും നമ്മൾ നോക്കണം. വളരെ വേഗം നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. കാര്യം ഇവിടെ സർക്കിൾ ആണ്, അത് തന്നെ ഇവിടെ ആദ്യം ഇരിക്കണോ? ഈ ലെഫ്റ്റിലിരിക്കുന്ന സാധനം റൈറ്റിലായിരിക്കണം ഇരിക്കേണ്ടത്. അതറിയാവുന്ന ഒരാൾക്ക് ഇത് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാം. ഇനി ഇവിടെ ആദ്യം ഇരിക്കേണ്ടത് ചതുരമല്ലേ? ചതുരമാണ് ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ സർക്കിൾ അല്ലേ ഉള്ളത്. അപ്പൊ ഇത് തെറ്റല്ലേ? തെറ്റാണ്. ഇനി ഇവിടോട്ട് നോക്കുമ്പോൾ ആദ്യം ചതുരം കയറി ഇരിക്കുന്നു. ഇരിക്കാൻ പറഞ്ഞോ? ഇല്ല. അപ്പൊ ആദ്യം ഈ വര തിരിച്ചു വന്നു, അത് ശരിയാണ്. സർക്കിൾ അപ്പുറത്ത് വന്നു, ഈ ചതുരം തൊട്ടിപ്പുറത്ത് വന്നു, ഈ വര ചരിച്ചു വന്നു. ശരിയല്ലേ? ഇതല്ലേ ഇതിന്റെ മിറർ ഇമേജ്. എത്ര പേർക്ക് മനസ്സിലായി മിറർ ഇമേജ്? എത്ര പേർക്ക് പിടികിട്ടി മിറർ ഇമേജ്? ക്ലിയർ ആണോ? ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് നിങ്ങളുടെ തെറ്റിപ്പോയി എന്ന് മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, നമ്മളുടെ സമയം കഴിയുകയാണ്. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ ക്ലാസ്? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നോക്കിയേ, ഇത് കണ്ടോ കപ്പ്. ഒരു കപ്പിന് നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇത് കണ്ടോ കപ്പ്. അപ്പൊ കപ്പ് ആകുമ്പോ തലകുത്തി വരയ്ക്കണോ? തലകുത്തി കിടത്തണോ കപ്പിനെ? വേണ്ട. ഇത് കണ്ടോ കപ്പിന് നമ്മള് ഈ സി പോലുള്ള ഈ സംഭവം അപ്പുറത്ത് വരയ്ക്കണം അല്ലെ? ഇങ്ങോട്ടിരുന്ന കപ്പ് അപ്പുറത്തോട്ടാകും, സി പോലുള്ള സാധനം ഇപ്പുറത്ത് വരയ്ക്കണം. അപ്പൊ ഇതല്ലേ ആൻസർ? ആണ്. ഇനി ദാണ്ട് ഇങ്ങനെ വന്നിട്ട് ഒരു ട്രയാങ്കിൾ ആണ്. ഇത് ലെഫ്റ്റ് സൈഡ്, ഇത് റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡിലെ ട്രയാങ്കിളിന് ആദ്യം വരണ്ടേ? ഇനി നമ്മളൊരു മിറർ ഇമേജ് വരയ്ക്കുമ്പോൾ റൈറ്റിലെ ട്രയാങ്കിൾ ആദ്യം വരയ്ക്കണം. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ. ഇത് എങ്ങോട്ട് വരയ്ക്കണം? ഇങ്ങോട്ടുള്ള വര എങ്ങോട്ട് പോകും? ഇങ്ങോട്ടുള്ള വര ഓപ്പോസിറ്റ് ആകും അല്ലെ? എന്നിട്ട് ഈ രണ്ട് വര. അപ്പൊ ഇതല്ലേ ആൻസർ. ഇനി ഈ ആണെങ്കിൽ തിരിച്ചുള്ള ഈ ആയിരിക്കത്തില്ലേ? ഈ ആണെങ്കിൽ തിരിച്ചുള്ള ഈ ആയിരിക്കും. ഇതല്ലേ ഉത്തരം? ഓക്കെ ആണ്. ഈ ആണെങ്കിൽ തിരിച്ചുള്ള ഈ ആയിരിക്കും ഉത്തരം. ശ്രദ്ധിക്കുക, കാണാൻ പറ്റുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ കണ്ടോ, ഇങ്ങോട്ട് ഈ ഉണ്ട്, അപ്പൊ തിരിച്ചുള്ള ഈ വരച്ചു. ഇവിടെ കണ്ടോ അടുപ്പിച്ചാണ് ഈ ലൈൻസ്. ഇവിടെ അകത്തിയാണ് ഈ ലൈൻസ്. അടുപ്പിച്ചുള്ള 3 ലൈൻസ് തന്നെയാണ് ഇവിടെ വരേണ്ടത്. ഇത് കണ്ടോ കുറച്ച് അകത്തിയല്ലേ ഈ ഓപ്ഷൻ എയിലെ ലൈൻസ്. അതുകൊണ്ടാണ് ഇത് ഉത്തരമാകാത്തത്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അകത്തിയാണോ ലൈൻസ്, അടുപ്പിച്ചാണോ ലൈൻസ്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കണ്ടോ ഇവിടെ ലൈൻസ്, ആദ്യത്തെ ലൈൻ ചെറുത്, അടുത്ത ലൈൻ വലുത്, അടുത്ത ലൈൻ ചെറുത്, അങ്ങനാണോ? അല്ല. അപ്പോ അതൊക്കെ നമ്മളുടെ ശ്രദ്ധയിൽ പെടണം. ക്ലിയർ ആണോ? എല്ലാവർക്കും പിടികിട്ടിയോ? അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. എല്ലാവർക്കും പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന്? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്നായി പഠിക്കുക. അപ്പൊ താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്.